بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأما من أعطى واتقى وصدق بالحسنى فسنيسره لليسرى وأما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال نبيكم صلى الله عليه وسلم ما من يوم غربت فيه الشمس إلا وملكان يناديان يسمعهما خلق الله كلهم إلا الثقلين اللهم أعط كل منفق خلفا وكل ممسك تلفا صدق شفيعنا رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള ഉസ്താദുമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ റമളാനിലെ നടുവിലത്തെ പത്തിൽ പരിശുദ്ധ ഖുർആന്റെ വിശദീകരണം കേൾക്കാൻ, അത് പഠിക്കാനും പകർത്താനും വേണ്ടി നമ്മൾ ഒത്തുകൂടിയത് ഈ ചെലവഴിക്കുന്ന നല്ല സന്ദർഭങ്ങൾ എല്ലാം നമ്മുടെ ഓരോരുത്തരുടെയും നോമ്പുകളുടെ സ്വീകാര്യതയ്ക്ക് കാരണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ ഏറെ പഠിക്കാനും പകർത്താനും അള്ളാഹു നമുക്കും നമ്മോട് ബന്ധമുള്ള സർവ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്കും വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസികമായും ശാരീരികമായും പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവർക്കും ഈ സദസ്സിന്റെ ബഹുമാനം കാരണം അള്ളാഹു വലിയ പരിഹാരം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. സൂറത്തുൽ ലൈൽ അതിന്റെ ആദ്യ ഭാഗമാണ് ഇന്നലെ നാം വിശദീകരിച്ചത്. രാത്രിയെയും പകലിനെയും സത്യം ചെയ്ത് റഹ്മാനായ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തിയ കാര്യം, ഇന്ന സഅയകും ലശത്ത, നിങ്ങളുടെ അധ്വാനങ്ങൾ വ്യത്യസ്തമാണ്, പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്, സ്വഭാവങ്ങൾ വ്യത്യസ്തമാണ്, പ്രതിഫലങ്ങൾ വ്യത്യസ്തമാണ്. ആ ആയത്തിന്റെ തഫ്സീർ നാം ഇന്നലെ വായിച്ചു. ആ വ്യത്യാസം അല്ലാഹു തആല വിശദീകരിക്കുന്നതാണ് തൊട്ടു താഴെ ഇന്ന് നമ്മൾ ഓതിയ ഭാഗം. മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെയല്ല. ഈ ദുനിയാവിൽ ശരിക്ക് ചിന്തിച്ച് പ്രവർത്തിച്ച് വലിയ ഭാഗ്യം ദുനിയാവിൽ വെച്ചും ആഖിറത്തിലേക്കും നേടിയെടുക്കുന്നവരുണ്ട്. ഭാഗ്യം രണ്ട് ലോകത്തും നേടിയെടുക്കുന്ന മഹാഭാഗ്യവാന്മാരുണ്ട്. ഇവിടെ ജീവിച്ച് ഇഷ്ടം പോലെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് പരാജയം ഏറ്റുപോകുന്ന ആളുകളും ഉണ്ട്. ആ രണ്ട് തലങ്ങളെയുമാണ് നമ്മൾ ഇന്ന് ഓതിയ ആയത്തുകളിലൂടെ, 6 ആയത്തുകളിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. വിശദമായ വിശദീകരണങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ വേഗം വിഷയത്തിലേക്ക് കടക്കും. ഫഅമ്മാ മൻ അഅ്താ വത്തഖ,
ഫഅമ്മാ മൻ അഅത, അപ്പോൾ നൽകിയവൻ. എന്താണ് നൽകിയതെന്നും എന്തൊക്കെയാണ് നൽകേണ്ടതെന്നും പറയാം. നൽകി, വത്തഖ, സൂക്ഷ്മ ജീവിതം നയിച്ചു, വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതുകൊണ്ട് അംഗീകരിച്ചു, വിശ്വസിച്ചു. ഈ മൂന്ന് വിഷയങ്ങളും ഉള്ളവർ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, തീർച്ചയായും നാം അങ്ങനത്തെവർക്ക് എളുപ്പം നൽകും. ലിൽ യുസ്റാ, എളുപ്പമായ മാർഗത്തിലേക്ക് എളുപ്പം നൽകും. ഇവിടൊക്കെ ഒരുപാട് വിഷയങ്ങൾ വിശദമായി ഇപ്പൊ നമുക്ക് തിരിഞ്ഞിട്ടില്ല. നൽകിയത് എന്താണെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. സൂക്ഷിച്ചത് എന്തിനെയാണ് എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. പക്ഷെ ഹദീസുകളിൽ നിന്ന് അത് വിശദീകരിക്കുകയാണ് ഖുർആൻ മുഫസ്സിറുകൾ നമുക്ക് വേണ്ടി അവർ ചെയ്യുന്ന കാര്യം. നല്ലത് വിശ്വസിച്ചു, സ്വദ്ദഖ ബിൽ ഹുസ്ന. എന്താണ് ആ നന്മ? ഏറ്റവും നല്ലത് വിശ്വസിച്ചു എന്നത് വിശ്വാസത്തെയും കർമ്മത്തെയും സാധാരണ നമ്മൾ പതിവാക്കി പോരുന്ന പല വിഷയങ്ങളെയും ഉൾപ്പെടുത്തിയ ഒരു വചനമാണ് ഹുസ്ന. എളുപ്പവഴി എന്ന് അല്ലാഹു തആല പറഞ്ഞത് എന്തിനെ സംബന്ധിച്ചാണ്? ഇതിന്റെ നേരെ മറുപുറമാണ് വഅമ്മാമൻ ബഖില വസ്തഗ്ന. വഅമ്മാമൻ ബഖില, ലുബ്ധ കാണിച്ചവൻ, പിശുക്കിയവൻ. വസ്തഗ്ന, എന്നിട്ടവൻ സമൃദ്ധി നടിച്ചു. ജീവിക്കാനൊക്കെ അത്യാവശ്യമുണ്ട്, ഇനി ആരെയും ആശ്രയിക്കേണ്ടതില്ല, തനിക്കാർക്കും കൊടുക്കേണ്ടതുമില്ല എന്ന ഒരു ഗിനയുടെ ചിന്ത. വസ്തഗ്ന, അവൻ സമൃദ്ധി നടിച്ചു. വകദ്ദബ ബിൽ ഹുസ്ന, ഏറ്റവും നല്ല മാർഗത്തെ നിരാകരിച്ചു, പുച്ഛിച്ചു തള്ളി. ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, നാം പിന്നീട് അവനെ എളുപ്പമാക്കി കൊടുക്കുന്നത് ലിൽ ഉസ്റാ, പ്രതിസന്ധിയിലേക്കാണ്, പ്രയാസത്തിലേക്ക്. ഒന്നാമതായി ഫഅമ്മാ മൻ അഅത, നൽകിയവൻ. ആദ്യം പറഞ്ഞ വിഷയം അതാണ്. എന്താണ് നൽകേണ്ടത്? നല്ല മാർഗങ്ങളിലൊക്കെ സമ്പത്ത് ചെലവഴിക്കുക. അതിന്റെ ഒരു തഫ്സീറാണ്, മറ്റൊന്ന് പറയാം. നല്ല മാർഗങ്ങളിലൊക്കെ സമ്പത്ത് ചെലവഴിച്ചു. അതിന് ഉദാഹരണം പറഞ്ഞത് കമാ കാന യഫ്അലുഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് റാസി ഇമാം ഉദാഹരണം പറഞ്ഞത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവഴിക്കാത്ത ഒരു നല്ല വഴിയില്ല. എല്ലാ നല്ല വഴിയിലും ചെലവഴിച്ചിട്ടുണ്ട്. അടിമകളെ മോചിപ്പിക്കുക, ബന്ദികൾക്ക്, തടവിലാക്കപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക, മോചനം നൽകുക, അതേ രൂപത്തിൽ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുക. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയ സാന്ത്വന പ്രവർത്തനങ്ങൾ കണ്ട് അതിശയിച്ചു പോയ മഹാനാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയത് കണ്ട് അതിശയിച്ച മഹാനാണ് തുൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു. അതൊക്കെ നീണ്ട ചരിത്രങ്ങളാണ്. അതൊക്കെ സമയമുണ്ടെങ്കിൽ പറയാം. നമ്മൾ തഫ്സീർ വായിക്കും. ഫഅമ്മാ മൻ അഅത, ചരിത്രം പറയാം. തഫ്സീറിൽ തന്നെ ചരിത്രം വേറെ വരുന്നുണ്ട്. ഫഅമ്മാ മൻ അഅത, അപ്പോൾ നൽകിയവൻ. നല്ല മാർഗങ്ങളിലൊക്കെ സമ്പത്ത് ചെലവഴിക്കുക. ഇതിൽ നമ്മളെ സംഘടനയിലേക്ക് ചെലവഴിക്കേണ്ട വിഷയവും തഫ്സീറിൽ പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ അത് പറഞ്ഞില്ല എന്ന് പറയണ്ട. ചില ആളുകൾക്ക് അങ്ങനെ കൊടുക്കാൻ ഒരു മടിയാണ്. സംഘടനയ്ക്ക് അത് കാര്യമല്ല. വേറെ എന്ത് പിരിവ് ചോദിച്ചാലും അവർ കൊടുക്കും. ഒരു സാന്ത്വന പ്രവർത്തനത്തിനാണ്, ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ പല ഭാഗത്തും ചെയ്യാലോ എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക സംഘടനകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോ സുന്നികളായിട്ടുള്ള എല്ലാ വിഭാഗവും, ഒരു വിഭാഗത്തിൽ ഞാൻ മാറ്റി നിർത്തുന്നില്ല, എല്ലാ വിഭാഗവും വിദേഹത്തുകാർക്കിടല്ല, സുന്നികൾ എല്ലാവരും, അതിൽ വൈദ്യുതിയൊന്നും വേണമെന്നില്ല. നല്ല വിഷയത്തിൽ ചെലവഴിക്കാൻ ഇസ്ലാമിക സംഘടനകൾ രംഗത്ത് വരുന്നതിലൊക്കെ നമ്മളൊരു ചെറിയ മെമ്പർഷിപ്പ്, നമ്മളെ വക എന്താ കഴിയുന്നത്ര 10 രൂപയാണെങ്കിൽ അത്, 5 ആണെങ്കിൽ അത്, 100 ആണെങ്കിൽ അത് കൊടുക്കാൻ നമ്മൾ ചിലർ അതിൽ കാര്യമില്ല. നമ്മളെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. നമ്മുടെ തഫ്സീറിലുണ്ട് വതഖ്വിയത്തിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് ശക്തി പകരുന്നതിലും സമ്പത്ത് ചെലവഴിക്കുക. മുസ്ലിങ്ങൾക്കുള്ള ശക്തി ഈ പാവങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ?
നിങ്ങൾ നോക്ക്, കടലൊന്ന് അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ 150-200 ആൾക്കാർ മൊത്തം വെള്ളത്തിലാണ്. അവർക്ക് മാറ്റി പാർപ്പിക്കാൻ ആരെങ്കിലും സ്ഥലം കൊടുക്കും. അപ്പൊ ഉള്ളിടത്ത് വെച്ച് കെട്ടും. ചിലപ്പോ ചില സമയത്തൊന്നും പ്രശ്നമില്ല എന്ന് വരും. ഇതുവരെ അവിടെ വിഷയം ഉണ്ടായിട്ടില്ല എന്ന് വരും. അവിടെ ആയിരിക്കും കടൽ അടിച്ചു കയറുന്നത്. അടിച്ചു കയറിയാലായി കെട്ടിക്കൂട്ടിണ്ടാക്കി ഈ പൊര അതെങ്ങനെയൊക്കെയോ കുറച്ച് മരം ഇതൊക്കെ ആയിട്ട് ഓടൊക്കെ വാങ്ങി ഉണ്ടാക്കിയതാണ്. അത് മൊത്തം തകർന്നു പോയാൽ അവർക്കൊരു ഇരിക്കാകൂല വെക്കണമെങ്കിൽ ചുരുങ്ങിയത് എന്തെങ്കിലും ഒന്ന്. അതേപോലെ രോഗഗ്രസ്തരായി കിടക്കുന്ന ആളുകൾ നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ മുന്നോട്ട് പഠിക്കാൻ ഒരു കഴിവില്ലാത്ത പഠിതാക്കളുണ്ട്. അവർക്കും അംഗവൈകല്യം സംഭവിച്ചു എന്ന കാരണം കൊണ്ട് സമുദായത്തിൽ പിറകോട്ട് നിർത്തപ്പെട്ട പാവങ്ങൾക്കും ഇവരൊക്കെ പരിരക്ഷിക്കാൻ കൊടുക്കുന്ന സംഭാവന അതും ആ പറഞ്ഞതിൽ പെട്ടു. ഫഅമ്മാമൻ അഅതാ, നിർബന്ധമായി കൊടുക്കേണ്ടതും അതിലുണ്ട്, സുന്നത്തായി കൊടുക്കേണ്ടതുണ്ട്. നിർബന്ധമായി കൊടുക്കേണ്ടതാണ് അഅതാ എന്ന് പറഞ്ഞത് അവനവന്റെ കുടുംബത്തിന്റെ ചെലവ്. ഭാര്യ, മക്കൾ, ബാപ്പ, ഉമ്മമാർക്ക് ചെലവ് കൊടുക്കണം. അവിടെ ഒരു പിശുക്കും കാണിക്കാൻ പാടില്ല. പാകത്തിന് ചെലവ് കൊടുക്കുക. ഉണ്ടായിട്ടും പിശുക്കാന്ന് പറഞ്ഞാൽ അവിടെ മോശമാണ്. നല്ലവർക്ക് ചെലവ് കൊടുക്കാൻ കഴിയുന്നവരൊക്കെ നല്ലവർക്ക് കൊടുക്കണം. ഒരാളെ വീട്ടില് 4 അംഗങ്ങളാണ്. മീൻ വിൽക്കുന്ന ആള് വന്നപ്പോ ഇയാള് 4 മീൻ വാങ്ങി, 4 മത്തി അളന്ന് മുറിച്ച് വാങ്ങി. ഉച്ചയായപ്പോ ഒരു അതിഥി വന്നു. അതിഥി വന്നപ്പോ ഉണ്ടാക്കിയത് മുഴുവനും അതിഥിക്ക് കൊണ്ടുപോയി കൊടുത്തു. 4 മീനല്ലേ ആകുള്ളൂ, ഒരു പാത്രത്തിലൊക്കെ 4 മീൻ ഉണ്ടാവുമല്ലോ. ആ 4 മീനിൽ അയാൾക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് 3 എണ്ണം അയാൾ തിന്നു, 1 പറക്കത്തിന് ബാക്കി വെച്ചു. ഈ 1 പിന്നെ ഭക്ഷണം കഴിച്ച ആ വീട്ടിലെ കുട്ടിയും കഴിച്ചു. ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ തിരയാണ്, ഒരു മീന് പോലും അവർക്കില്ല. അങ്ങനെ പിശുക്കണ്ട. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്താൽ കൂടുതൽ ചെലവ് ചെയ്യുന്നതിന് കൂലി പറഞ്ഞത് ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനാണ്. അവർക്ക് നല്ല ചെലവ് കൊടുക്കണം കഴിവിന്റെ ഇതിനനുസരിച്ച്. അതായത് പറ്റ പിശുക്കണ്ടെന്നാ പറഞ്ഞത്. പാകത്തിനുള്ള തന്നെ നല്ലോണം കൊടുക്കണം. ഇനി വലിയ മീൻ വാങ്ങാൻ കഴിയൂലേ, എന്നാ ചെറിയൊരു മീൻ ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്, അത് കുറെ വാങ്ങിയാൽ എന്നാ അത് കുറെ ഉണ്ടാവും. അല്ല, അത് കുറെ ഉണ്ടാകും, പൊരിക്കാനും ഉണ്ടാകും, വരട്ടാനൊക്കെ കുറെ ഉണ്ടാവും. അത് നമ്മള് മത്തി വാങ്ങണ ആ ഒരു 1/2 കിലോന്റെ വാങ്ങിയാൽ മതി. നല്ല ടേസ്റ്റും ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ലല്ലോ. അവരവരെ കൊണ്ട് കഴിയുന്നത്. എന്നും മീൻ വാങ്ങാൻ കഴിയൂല, നല്ല പച്ചക്കറി വാങ്ങാം. നാടൻ പച്ചക്കറി അതാ വിൽക്കുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ ഒരു മീൻ വാങ്ങാം. സന്തോഷകരമായി. തീരെ ചെലവ് കൊടുക്കാൻ മടിയനാണ് എന്ന അവസ്ഥയിലായി പോകും. പഠനാവശ്യത്തിന് വേണ്ടി മാത്രമല്ല, കുട്ടികൾക്കുള്ള ചെലവിൽ അവിടെ നല്ലോണം മനസ്സറിഞ്ഞു കൊടുക്കണം. നമ്മൾ ആരും അതില് മനസ്സിൽ ഒരു വിമ്മിട്ടവും കരുതരുത്. ഭാര്യ വിളിച്ച്, ഉമ്മ വിളിച്ച്, പെങ്ങള് വിളിച്ച് അരി തീർന്നു എന്ന് പറയുമ്പോ നമുക്ക് കലി കയറാൻ പാടില്ല. അൽഹംദുലില്ലാ, അടുത്ത അരിയും കൂടി ഭക്ഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹ് തന്നല്ലോ എന്നാ നമ്മൾ കരുതണ്ടേ. ഇന്ന് പലിച്ചക്ക് എന്തെങ്കിലും മീൻ വാങ്ങിക്കൊള്ളി തന്നാ അപ്പൊ നമ്മൾ അവിടെ വളരരുത്, എന്നും മീൻ വേണോ എന്ന് ചോദിക്കരുത്. അങ്ങനെ അവരെ നോമ്പ് നോൽപ്പിക്കുന്നതിലും നോമ്പ് തുറപ്പിക്കുന്നതിലും നമ്മളെ കുടുംബത്തെ നമ്മൾ നോമ്പ് നോൽപ്പിക്കുക തുറപ്പിക്കുക എന്നുള്ളതും നേരത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ നോമ്പ് തുറപ്പിക്കുന്ന ആള് എന്റെ ഹൗദിൽ നിന്ന് ഞാൻ അയാൾക്ക് വെള്ളം കൊടുക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ പ്രതിഫലം അവർക്കും കിട്ടും. പുറമക്കാരൊന്നും വിളിക്കാൻ കഴിയില്ലെങ്കിലും അവനാന്റെ വീട്ടിലുള്ളവർക്ക് നല്ലോണം തുറക്കാൻ കൊടുക്കുന്നത് അതും ആ പറഞ്ഞപ്പെട്ടേ. നല്ല ചെലവ് കൊടുക്കണം. കിട്ടാതിരുന്നാ പിന്നെ പരാതി പറയും. അബൂ സുഫിയാന്റെ ഭാര്യ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, എന്റെ ഭർത്താവ് നല്ലോണം ഉള്ള ആളാ, പക്ഷെ ഷഹീഹുൻ, ഭയങ്കര പിശുക്കാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എങ്ങനെ പിശുക്ക്? പാകത്തിനുള്ളതും കൂടി തരുന്നില്ലാന്നോ, ആവശ്യത്തിനുള്ളതും കൂടി തരുന്നില്ലാന്നോ? അപ്പൊ തങ്ങൾ പറഞ്ഞത് ചോദിച്ചോളന്നില്ല. നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും പാകത്തിന് വേണ്ടത് എടുത്തോളൂ, ഇത് ചോദിച്ചോളന്നില്ലാന്നോ? അപ്പൊ പിന്നെ ഷർട്ടിന്റെ കീശയൊന്നും പിന്നെ പേഴ്സൊന്നും ഒക്കെ ആവശ്യത്തിന് കാശ് അങ്ങനെ അവരെടുക്കും. കൊടുക്കാതിരുന്ന പിന്നെ എന്താ ചെയ്യുന്നത്?
ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയട്ടെ, പുരുഷന്മാരൊക്കെ കൊടുക്കേണ്ടിടത്ത് നമ്മളൊക്കെ പുറത്തു പോകുന്നവരാണ്. പൊതുവെ വീടുകളിൽ സ്ത്രീകളാണ് ഉണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പതിവുണ്ട്, തങ്ങളുടെ അടുത്തേക്ക് ദിർഹമും ദീനാറും വന്നാൽ മൊത്തം തങ്ങളെ കൈ കൊണ്ട് ചെലവാക്കൂല. അങ്ങനെ ഒന്നുണ്ട്. കുറച്ചെടുത്ത് ആയിഷ റളിയല്ലാഹുവിന്റെ കയ്യിൽ കൊടുക്കും. അതെന്താ? നബിതങ്ങളെ ഹളറത്തിലേക്ക് വരാൻ മടിയുള്ള, ചോദിക്കാനും പറയാനൊക്കെ മടിയുള്ള പെണ്ണുങ്ങളുണ്ടാവും. അവര് നേരെ വരിക ആയിഷ ബീവിന്റെ അടുത്തേക്ക്. അപ്പൊ ഒന്നും കൊടുക്കാനില്ലാഞ്ഞാലോ ഒരു വിഷമല്ലേ? അപ്പൊ ഈ കൊണ്ടുവരുന്ന ദിർഹം ദീനാറിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആയിഷ ബീവിന്റെ കയ്യിൽ കൊടുക്കും. അത് മഹദി അങ്ങനെ പാകത്തിന് അങ്ങനെ ചെലവാക്കും. നമ്മൾ പുറത്തു പോകുന്നവരാ. നമ്മൾ പുറത്തു പോയപ്പോഴാണ് ഒരു അർജന്റ് ആയിട്ട് ഒരാൾ വന്ന് ഭക്ഷണം കഴിക്കാൻ വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്, എന്റെ ശരീരത്തിലൊക്കെ അസുഖമാണ്. അയാൾ ഒരു കത്തുണ്ട്, മഹല്ല് കമ്മിറ്റിന്റെ കത്താണ്. നമ്മളെ പെണ്ണുങ്ങൾ എവിടെ തെരഞ്ഞു നോക്കിയിട്ടും 2 റുപ്യ അല്ലാതെ 3-ാമത്തെ റുപ്യ കിട്ടുന്നില്ല. അവസാനം നമ്മളെ പൊളിഞ്ഞു വെട്ടിയൊക്കെ നോക്കി അതിൽ ഏതെങ്കിലും മറന്നുപോയിടോ നോക്കാൻ, അത് ഫുള്ള് കംപ്ലീറ്റ് നമ്മൾ എടുത്തോണ്ടിരിക്കണം, എവിടെയും കാണാനില്ല. പിന്നെ പൊക്കെ ചിപ്പിലും ഒക്കെ അക്കൗണ്ടിലും അല്ലേ ഉള്ളത്, അവനത് തുറക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ കുറഞ്ഞ സംഖ്യ ചില്ലറയായിട്ട് ഒരു 100-200 അവരെ കയ്യിൽ കൊടുക്കണം. ഇങ്ങനെ ചില ആവശ്യങ്ങളൊക്കെ വരുമ്പോ കൊടുക്കാനാണ്. വളരെ കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ ആളുകൾ വരും. ആ കഷ്ടപ്പെടുന്ന ആള് വരുന്ന സമയത്ത് നമ്മളെ പേരെയും പത്രാസോ കാണുമ്പോ അയാൾക്ക് ആദ്യം തോന്നും, ഇനി ഒന്നുമില്ലെങ്കിലും ഒരു 20 റുപ്യെങ്കിലും കിട്ടും. ഏറ്റവും ചുരുങ്ങി 10 എങ്ങനെ കൊടുക്കാതെ ഒരു 20എങ്കിലും കിട്ടുന്ന ആളിങ്ങനെ ആത്മകഥം ചെയ്ത് വരികയാണ്. അപ്പോഴാണ് നമ്മളെ പെണ്ണുങ്ങൾ ഇവിടെ ഒന്നും തരാനില്ല. അപ്പൊ അതൊരു ബുദ്ധിമുട്ടാകൂലേ? അപ്പൊ അവരെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക, അത് നല്ലതാണ്. ബാപ്പക്ക് ഉമ്മക്ക് ചെലവ് കൊടുക്കൽ ജോലി ചെയ്യുന്ന മക്കൾക്ക് ഉജൂബാണ്. ആ പങ്ക് എല്ലാ മക്കൾക്കുമാണ്. ബാപ്പയും ഉമ്മയും കൂടുന്നത് എവിടെയാണോ ആ മക്കൾക്ക് എന്നുള്ളതല്ല. ഇസ്ലാമിന്റെ നയം അങ്ങനെയാണ്. ഒരാളാണ് കൊടുത്തെഴുതിയിട്ട് കുഴപ്പമൊന്നുമില്ല, മറ്റവർക്ക് തർക്കമൊന്നുമില്ലെങ്കിൽ ഒരാൾ കൊടുത്തു കൂലിയോ കിട്ടും. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളും വേണമല്ലേ ഈ ബാപ്പാനിമാനി നോക്കുക. അപ്പൊ നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ പോകുമ്പോ ചിലർക്കൊക്കെ ഉദ്ദേശം പറയുമ്പോഴേക്കിന് ഉമ്മ ഞാൻ വരട്ടോ, ഇനി ബാക്കി നാളെ പറയാറ്. ഉമ്മ ഇങ്ങനെ പറയാം, മോനെ എനിക്കൊന്ന് അവിടെ ഒറ്റം പോണ്ടിന്നു, എന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഓന്റെ കയ്യിൽ 500-200 ഒക്കെ ഉണ്ട്. അപ്പോ അതിനിപ്പോ സംസാരം മൊബൈലിലെത്തിച്ച് ഇനി ബാക്കി നാളെ പറയാം, നാളെ വരാം, അസ്സലാമു അലൈക്കും. അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ആ മാതാവിന് തന്റെ കൂട്ടുകാരിയെ കാണാന് സുഖമില്ലാതെ കിടക്കണം, അപ്പൊ അതിനെ കാണാൻ പോകണം. അപ്പൊ ഒരു വണ്ടിയൊക്കെ വിളിച്ചു പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടുപോണ്ടേ? ഒരു രോഗിന്റെ അടുത്ത് പോകുമ്പോൾ സന്തോഷം ഉണ്ടാകാൻ. ഇനി ഒന്നുമില്ലെങ്കിൽ കുറച്ചൊരു ഓറഞ്ചെങ്കിലും ഒരു അരക്കിലോ, അപ്പൊ ഒരു 200 കാട്ടിയാണ്. അതിപ്പോ എന്ന് പറഞ്ഞാൽ ഓന്റെ കീശയിലുണ്ട്, കൊടുക്കാൻ മടിച്ചിട്ടാണ് അതിപ്പോന്ന് അറിയണത്. അപ്പൊ കൊടുക്കണം. മാതാപിതാക്കൾക്ക് ചെലവ് കൊടുക്കുക എന്നുള്ളത് മക്കൾക്ക് വാജിബാണ്, നിർബന്ധമാണ്, ജോലി ചെയ്യുന്ന മക്കൾക്ക്. അതുകൊണ്ടല്ലേ ജോലി ചെയ്ത മക്കളായി തീരുമ്പോ വാപ്പക്കും ഉമ്മക്കും പിന്നെ ഓലെ ഫിത്ർ സക്കാത്തും കൂടി ബാധ്യത അല്ലല്ലോ. ജോലിയിലാകണം, ഓൽക്ക് അത്യാവശ്യം ഒരു വരുമാനം വേണം. നമ്മള് ഫിത്ർ സക്കാത്തൊക്കെ വാപ്പ ഇങ്ങനെ കൊടുക്കേണ്ടതാണ് കുട്ടികൾ, അതിന്റെ ബാധ്യത അല്ല. ജോലിയുള്ള മക്കൾക്ക് ഫിത്ർ സക്കാത്ത് ഓലെ ഫിത്ർ സക്കാത്ത് വാപ്പ കൊടുക്കുകയാണെങ്കിൽ തന്നെ ആ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ സമ്മതം ചോദിക്കണം. കാരണം ബാപ്പാന്റെ പെരടിയിൽ നിന്ന് അതിന്റെ ബാധ്യത മാറി. ഓല് ജോലിയുള്ളവരാണ്. മുത്തഅല്ലിമീങ്ങളൊന്നും അതിൽ പെടൂലട്ടോ, അവരൊന്നും ജോലിയുള്ളവരല്ല. ജോലിയിലെത്തണ്ടേ, അവരൊരു വിഷയത്തിലേക്ക് എത്തണം. അപ്പൊ അവർ ആ ടൈമിൽ ഓരോ കയ്യിൽ കാശുണ്ടെങ്കിലോ അതും കൂട്ടൂല, കാരണം അതൊന്നും ജോലിയായിട്ട് കൂട്ടാൻ പറ്റുന്നില്ല. ജോലിയുള്ള വലിയ കുട്ടികളെ ഫിത്ർ സക്കാത്ത് ബാപ്പയും ഉമ്മയും കൊടുക്കേണ്ടിയില്ല, അത് ഓരോ സമ്മതം വേണം, ഓലാണ് കൊടുക്കേണ്ടത്. അപ്പൊ അവരെ പോറ്റുക, ബാപ്പയെയും ഉമ്മയെയും സംരക്ഷിക്കുക എന്ന ചുമതല മക്കൾക്ക് അല്ലാഹു തആല നൽകിയത് ഇങ്ങനെ കൊടുക്കാൻ പറഞ്ഞ ഒരു ഭാഗത്ത് പെട്ടതാണ്. കുടുംബക്കാർക്കും കൊടുക്കണം. കൊടുക്കാൻ ഏറ്റവും കൂടുതൽ അല്ലാഹു തആല ഇവിടെ ഇപ്പൊ അമ്മാമൻ ആത്താന്നല്ലേ പറഞ്ഞത്. കൊടുക്കാൻ ഏറ്റവും നമ്മളെ സമൂഹത്തിൽ അർഹതപ്പെട്ടവര് നമ്മളെ കുടുംബത്തിലുണ്ടെങ്കിൽ അവരെയാണ് ആദ്യം പരിഗണിക്കേണ്ടത്. കുടുംബക്കാര്
അതുകൊണ്ടാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വതക്ക കൊടുക്കാൻ ഏറ്റവും ബന്ധപ്പെട്ട ആൾക്കാർ ആരാന്ന് ചോദിച്ചപ്പോ കുടുംബക്കാരാന്നല്ലേ തങ്ങൾ മറുപടി പറഞ്ഞത്. നല്ല ലാഭം കിട്ടുന്ന സ്വത്ത് ഇസ്ലാമിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടും ഇന്നി അറാൻ തജാലഹാ ഫിൽ അഖ്റബീൻ, നിങ്ങളത് നല്ല കുടുംബക്കാർക്ക് കൊടുത്തേക്ക്, അതാ നല്ലത് എന്ന് പറഞ്ഞ് നബി തങ്ങൾ തിരിച്ചയച്ചു. ലാഭം കിട്ടുന്ന സ്വത്താണ്. ഇഷ്ടം പോലെ കാരക്ക മരങ്ങളുണ്ട്, കൊല്ലം കൊല്ലം ഇഷ്ടം പോലെ അതിൽ നിന്ന് പറിക്കും ചെയ്യും. അത് പൊതു സ്വത്തായിട്ട് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു കൊണ്ടുവന്നപ്പോ വേണ്ട, അത് നിങ്ങൾ കുടുംബക്കാർക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് മടക്കി വിട്ടു. ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അത് കുടുംബക്കാർക്ക് വിഹിതം വെച്ചു കൊടുക്കുകയും ചെയ്തു. കുടുംബക്കാർക്ക് കൊടുക്കുന്നിടത്താണ് തോനെ കൊടുക്കേണ്ടത്. സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ നേരിടുന്ന ആളുകൾക്കൊക്കെ ചിലർ നല്ലോണം കൊടുക്കണം. ഒരു സാധുവിന്റെ കല്യാണം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തരം പറഞ്ഞാൽ ഒരു 2000, 3000, 5000, 10000 ഒക്കെ കൊടുക്കും. സ്വന്തം പെങ്ങളെ കുട്ടിന്റെ കല്യാണം തന്നാലോ, ഇയാൾ അവിടെ ഇങ്ങനെ പോയി നോക്കും പെങ്ങളെ വീട്ടിൽ കല്യാണത്തിന്. അപ്പൊ അവിടെ ഒരു മേശയുണ്ട്, ആ മേശന്റെ അപ്പുറത്ത് 2 ആൾ ഉത്തർന്ന് ഒരു കടലാസിൽ അങ്ങനെ എഴുതുന്നുണ്ട്, പിന്നെ ലക്കോട്ടൊക്കെ ഇങ്ങനെ എഴുതാൻ. ഒരു 10,000-15,000 രൂപ കൊടുക്കണം എന്ന് എഴുതി ആളിങ്ങനെ തങ്കരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആളെങ്ങനെ നോക്കുമ്പോ കവർ ഇങ്ങനെ കുമിഞ്ഞുകൂടി വരുന്നുണ്ട്. കവറിൽ എന്താ ഉള്ളത് നമുക്ക് അറിയായിട്ട് മനസ്സിലായില്ലല്ലോ. നോട്ട് ബുക്ക് ഇങ്ങനെ തുറന്നു നോക്കുമ്പോ അതില് കുറെ സംഖ്യ എഴുതിയിട്ടുണ്ട്. അത് എഴുതിയതൊക്കെ 2 പൂജ്യം ഒക്കെ ഉള്ളതാണ്. 3 പൂജ്യത്തിലേക്ക് എത്തിയത് കുറവാ. 500 എഴുതിയിട്ടുണ്ട്, 100 എഴുതിയിട്ടുണ്ട്, 200, 300 ഒക്കെ എഴുതിയിട്ടുണ്ട്. ഓരോരുത്തർ കൈവച്ചു കൊടുത്താണ്. അപ്പൊ ഇത്ര തോനെ ഇതൊക്കെ കൂട്ടി വെക്കുമ്പോ കുറേ ഉണ്ടാവുള്ളൂ. ഇത്ര അധികം പേജ് എഴുതിയിട്ടുണ്ടല്ലോ എന്നുള്ള നിലക്ക് ആളെ കൊടുക്കാൻ കൊണ്ടുപോയതിന്റെ ശതമാനം കുറച്ച് 1,500 റുപ്യ ഒരു അനുഭാവി എന്നുള്ള കൊടുത്ത ആൾ തിരിച്ചു. അയാൾക്ക് ആരെങ്കിലും കൊടുത്തോ കൊടുത്തില്ലേ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. സ്വന്തം രക്തത്തിന്റെ ഭാഗം എന്ന വിഷയം മാത്രം നോക്കി കൊടുക്കുക വേണ്ടത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ കൊടുത്തതും കുടുംബക്കാർക്കാണ് ഏറെ കൊടുത്തത്. ഹദീസിൽ കാണാം, എന്ത് ഹദിയ വന്നാലും ആരെ മുന്തിക്കാം, മാതാക്കളുള്ള സമയത്ത് ഓൽക്കാണ് ആദ്യം കൊടുത്തത്. ഹദിയ വന്നാൽ മാതാക്കൾ എന്ന് പറഞ്ഞാൽ ആമിന ബീവി റളിയല്ലാഹു അൻഹ ഇല്ല, പക്ഷെ മുലയൂട്ടിയ മാതാക്കൾ ഉണ്ടല്ലോ, ഹലീമ ബീവി റളിയല്ലാഹു അൻഹ, സുവൈബത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹ, ഇവർ കൊടുക്കും. പോറ്റി വളർത്തിയ ഉമ്മ എന്നുള്ളവർക്ക് ഉമ്മൈമൻ ബീവിക്കും കൊടുക്കും. വസ്ത്രം വന്നാൽ അത് ഭാഗിച്ചു കൊടുക്കും, കാരക്ക വന്നാൽ ഭാഗിച്ചു കൊടുക്കും. പിന്നീട് സുഫത്തിന്റെ ആൾക്കാര് മദീനത്തെ പള്ളിയിൽ വന്നാൽ പിന്നെ അവരെയാണ് പിന്നെ രണ്ടാമത് പരിഗണിക്കുക. അവര് പാവങ്ങളാണല്ലോ, എപ്പോഴും ഭക്ഷണം കഴിക്കാനൊന്നും കിട്ടാത്തവരാണ്. അപ്പൊ അവർക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തെങ്കിലും കിട്ടിയാൽ ഭക്ഷിക്കായിരുന്നു എന്ന് കരുതി ഞാനിങ്ങനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോ നബി തങ്ങൾ എന്നെ വിളിച്ചു. വല്ലാത്ത വിശപ്പുണ്ട്. ഞാൻ പോയി നോക്കുമ്പോ ഒരു പാത്രം നിറയെ പാല് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം. ഭക്ഷിക്കാളെ കണ്ടാൽ തന്നെ കുറച്ച് വിഷമം മാറുമല്ലോ. അങ്ങനെ കണ്ടപ്പോ അത് മൊത്തം എനിക്ക് കിട്ടുകയാണെങ്കിൽ മൊത്തം ഞാൻ കുടിക്കും, അത്രയും വിഷമമുണ്ട്, ദാഹമുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, ആ സുഫത്തിന്റെ ആൾക്കാരെ മൊത്തം വിളിച്ചു വരും. അന്ന് 70-ലധികം ആളുകൾ അസ്ഹാബു സുഫത്തായിട്ട് അവിടെ ഉണ്ട്. 70 മുതൽ 700 വരെ ആളുകൾ അതിൽ പഠിച്ചിട്ടുണ്ട്. 70-ലധികം ആളുകളെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കും. തങ്ങൾ കുടിച്ചിട്ടില്ല, അബൂ ഹുറൈറ തങ്ങളും കുടിച്ചിട്ടില്ല. പരിഗണന കൊടുക്കുന്നിടത്തുള്ള പരിഗണന അവർ കൊടുക്കുന്നു. അവർക്കൊക്കെ പാല്, കുറഞ്ഞ പാലേ ഉള്ളൂ, പക്ഷെ ആ പാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത് കൊണ്ട് പാൽ അധികരിച്ചു. എല്ലാവർക്കും കൊടുക്കണം. എല്ലാവരും കുടിച്ചു കഴിഞ്ഞപ്പോ ഇഷ്ടം പോലെ കുടിച്ചു. ഇഷ്ടം പോലെ കുടിക്കാൻ എന്നും കിട്ടിയതല്ല, എന്തെങ്കിലും ഒരിക്കൽ കിട്ടുന്നതാണ്. അപ്പൊ പിന്നെ ഇഷ്ടം പോലെ കുടിക്കും ചെയ്യാലോ. നമ്മളത് എന്നും കിട്ടുന്നതായിട്ടല്ലേ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് പറയുന്നത്. ഇതിപ്പോ 3-4 ദിവസം പട്ടിണി കിടന്ന് കിട്ടല്ലേ. അപ്പൊ എന്താ, ഇനി ആരാ ബാക്കി? ഇനി ഞാനും നിങ്ങളും ബാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒഴിച്ചു കൊടുക്കാൻ ഒരു പാത്രത്തിൽ കുടിക്കുന്നതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കുടിച്ചു. തങ്ങൾ പിന്നെ ഒഴിച്ചു കൊടുക്കുന്നു, കുടിക്കുന്നതാണ്. കുടിച്ച് അവസാനം പറഞ്ഞ നബിയെ, ഇനി തായോട്ട് ഒന്ന് ശ്വാസം വിടാനുള്ള വകുപ്പുകൾ, ബാക്കിയൊക്കെ ഏകദേശം ഫുള്ളായിട്ടുണ്ട്.
അത് പാലാണ് കുടിക്കുന്നത്, പാലിന്റെ കൂടെ കൂട്ടാനൊന്നുമില്ല. പാലിൽ രണ്ടുമുണ്ട്, ത്വാമും ഷറാബും ഉണ്ടല്ലോ. പാല് കുടിച്ചു മതിയായി കണ്ടപ്പോ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുടിച്ചു. ഇവിടെ നിങ്ങൾ നോക്ക്, പരിഗണിച്ചത് ആ പാവങ്ങളെയാണ്, മദീനയിലെ അസ്ഹാബു സുഫത്തിനെ. തങ്ങൾ കുടിക്കുന്നതിന്റെ മുമ്പ് പട്ടിണിയായി വളഞ്ഞു പൊളഞ്ഞ് കിടന്നിരുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കുടിക്കുന്നതിന്റെ മുമ്പ് ആദ്യ പരിഗണന അസ്ഹാബു സുഫത്തിനാ കൊടുത്തത്. അപ്പൊ കൊടുക്കേണ്ട മേഖലകൾ ധാരാളം ഉണ്ട്. അതിലൊക്കെ സമ്പത്ത് കൊടുത്താൽ. അവിടെ നമ്മൾ സാധാരണ പറയുന്ന ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രം ഇനി മൗലവിമാരും പറയരുത്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറഞ്ഞു ആ ചരിത്രം ശരിയല്ല. ചില പാഠപുസ്തകങ്ങളിലൊക്കെ ഉണ്ടോണത്. ആ ഫാത്തിമ ബീവിന്റെ അലി റളിയല്ലാഹുവിന്റെ ഒരു ചരിത്രം ഉണ്ടല്ലോ. എന്തോ ഒരു പത്തിരി കുഴച്ച് പൊടി കുഴച്ച് ഇങ്ങനെ ഒരു ദിവസം ഒരാൾ വന്നപ്പോൾ അയാൾ കൊടുത്ത്, പിറ്റേ ദിവസം ഒരാൾ പിറ്റത്ത് കൊടുത്ത്, പിറ്റേ ദിവസം ഒരാൾ വന്നപ്പോൾ പിറ്റത്ത് അയാൾ കൊടുത്ത്. അത് ശരിയല്ല. ഖുർത്തുബി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ശരിയായ അലി റളിയല്ലാഹു അൻഹു ഒരു യഹൂദിക്ക് പണിയെടുക്കാൻ വേണ്ടി തോട്ടത്തിൽ പണിയെടുക്കാൻ പോയി. അങ്ങനെ അവിടുന്ന് 2 മുദ്ദോ 3 മുദ്ദോ പൊടി കിട്ടി. കൂലിയാണത്, പൊടി, പത്തിരി ഇടാൻ പറ്റിയ പൊടി കിട്ടി. അത് കൊണ്ടുവന്നു. അതുകൊണ്ട് പത്തിരി ചുട്ടു. ആ പത്തിരി ചുട്ട സമയത്ത് 3 ആളുകൾ വന്നു. 3 ആളുകളുടെ കൂട്ടത്തിൽ ഖുർആന പറഞ്ഞ മാതിരി യതീമൻ, മിസ്കീനൻ വ യതീമൻ വാസിറ 3 സ്വഭാവമുള്ളവരാണ്. അവർക്ക് 3 പേർക്കും കൊടുത്തു. കഥ പറയുന്ന ആൾക്കാർ പറയല്, മിസ്കീന് വന്നു എന്ന് പറയുമ്പോ ആ മിസ്കീന് കുറെ വേവലാദികളും കുറെ പാട്ടും കുറെ ബെയ്ത്തും ഒക്കെ പറയലുണ്ട്. സാധാരണ എന്തേലും തന്നാ തിരക്കടില്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ അങ്ങോട്ട് പറയുന്ന കൂടെ. അങ്ങനെ പറയാൻ നമുക്ക് കഴിയൂല, അതുകൊണ്ടാ അങ്ങനെ കുറെ പറച്ചില. അങ്ങനെ ആ ചുട്ടൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും. അവിടെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ 3 ദിവസവും രോഗികളായി അങ്ങനെ കിടന്നു. അവര് 3 പേരും 3 ദിവസം ഒന്നും കഴിക്കാതെ പട്ടിണി കിടന്നു. അതും ശരിയല്ല. കാരണം ആ കുട്ടികൾ രോഗികളായി കിടക്കുമ്പോ അവരല്ലേ മുന്തിക്കേണ്ടത്, ഈ വരുന്ന പുറത്തുള്ള ആൾക്കാരെ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ രോഗികളായിട്ട് വിഷമിച്ച് കിടക്കുകയാണെങ്കിൽ ഒന്നും കൊടുക്കാതെ പുറത്തുള്ളവർക്കല്ലല്ലോ കൊടുക്കേണ്ടത്. അപ്പൊ ഖുർത്തുബി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ ഈ കഥ പറയുന്ന ആൾക്കാർ നീട്ടി പറയുന്ന ഒരു കഥ ഉണ്ട്, അത് ശരിയല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഖുർആൻ അതിനെ പറ്റിയാണ് താല്പര്യം ഉണ്ടായിട്ടും പുറത്തുനിന്ന് വന്ന ആൾക്കാരെ പരിഗണിച്ച് ഉണ്ടാക്കിയ പത്തിരി അവർക്ക് യഥേഷ്ടം മതിയാകുന്നത് വരെ ഭക്ഷണം കൊടുത്തു. അത് 3 വന്നത് 3 ദിവസമല്ല, ഒറ്റ ദിവസം. ഈ 3 ആളുകളും വന്ന് ഒറ്റ ദിവസം തന്നെയാണ്. 3 ടൈമിലാന്ന് മാത്രമേ ഉള്ളൂ. മറ്റേ കഥയിൽ അങ്ങനെയുള്ള നീട്ടി പറയുന്ന കഥയിൽ അങ്ങനല്ല. അതൊരു ദിവസം വന്ന് എന്തൊക്കെ ബെയ്ത്തൊക്കെ ഉണ്ട്. ഞാൻ നാളെ ഒരു സ്ഥലത്തു നിന്ന് അത് അങ്ങനെ ശരിയല്ല എന്ന് പറഞ്ഞപ്പോ ഒരു പ്രായം ചെന്ന ആള് എന്റെ നേർക്കാണ് ചാടി. അപ്പൊ അയാളെന്നോട് അയാളെ ബെയ്ത്തൊക്കെ ചെല്ലി തന്നു എനിക്ക് കൊടുത്തു. അതാണ് അള്ളാഹു ഖുർആനിൽ പുകഴ്ത്തി പറഞ്ഞത്, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ കൊടുക്കുന്നിടത്ത് മഹാന്മാരൊക്കെ നല്ലോണം ശ്രദ്ധ കാണിച്ചവരാണ്. ഉള്ളതൊക്കെ കൊടുക്കാം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് ഉമ്മ നൽകിയ പ്രധാനപ്പെട്ട വസിയത്താണ്, എന്നെ കാണാൻ മക്കത്ത് എപ്പോ വരികയാണെങ്കിലും, ഉമ്മാന്റെ ഖബർ മക്കത്താണ്, മക്കയിലേക്ക് കടക്കുമ്പോ കയ്യിൽ ഒരു കാശുണ്ടാകാൻ പാടില്ല, ഒക്കെ കൊടുത്തോളണം. അങ്ങനെ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മിസ്രിൽ നിന്ന് ഹജ്ജിന് വന്നു കുറെ ആളുകളെ കൂടെ. അപ്പൊ ഉമ്മ നേരത്തെ നൽകിയൊരു വസിയത്തുണ്ടല്ലോ, അങ്ങനെ മക്കന്റെ അതിർത്തിയിൽ ഒരു ടെന്റ് കെട്ടി സാധുക്കളോടൊക്കെ വരാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു. ഒരാളെ വിട്ടിട്ട്, ഒരു ശിഷ്യനെ വിട്ട് സാധുക്കളോടൊക്കെ വരാൻ പറഞ്ഞു. ആ ടെന്റിലേക്ക് പാവപ്പെട്ട ആൾക്കാരൊക്കെ വന്നു. ഇഷ്ടംപോലെ കാശുണ്ട്, എല്ലാം കൊടുത്തു, ദിർഹമൊക്കെ. കാരണം ഉമ്മാന്റെ വസിയത്ത് ഒരു ദിർഹമില്ലാതെ മക്കത്ത് വരണമെന്നാ. മക്കത്ത് വന്നോണ്ട് ഷാഫി ഇമാം പട്ടിണിയൊന്നും ആവൂല. അമ്മാവന്മാരൊക്കെ ഉണ്ട് അവിടെ, കുടുംബക്കാരൊക്കെ ഉണ്ട്, ഭക്ഷണവും കിട്ടും, അതിൽ വിഷമമൊന്നുമില്ല, ബന്ധുക്കളൊക്കെ ഉണ്ട്. പക്ഷെ കയ്യിൽ അങ്ങനെ വെച്ച് വരരുത് എന്ന് ഉമ്മ പറഞ്ഞതുകൊണ്ട് ഉമ്മയാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ആ ധർമ്മചിന്ത പഠിപ്പിച്ചത്. കാര്യമായിട്ട് കഷ്ടപ്പെട്ട് മകനെ നോക്കിയിട്ടും മകനിൽ നിന്ന് വല്ലതും കിട്ടണമെന്ന് ആശിക്കുന്നതിന് പകരം മകന്റെ പക്കലുള്ളത് പോലും ധർമ്മം ചെയ്യട്ടെ എന്ന് ചിന്തിച്ച മാതാവാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ. വലിയ പണ്ഡിത വനിതയാണ്, ഒരു സാധാ പെണ്ണൊന്നുമല്ല. ഖുർആനും ഹദീസൊക്കെ നല്ല വിവരമുള്ള പെണ്ണാണ്.
അപ്പൊ ഈ ദിർഹമൊക്കെ ചെലവഴിച്ച് അവസാനം മക്കയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോ ഇരുന്ന ഒരു വിരിപ്പുണ്ട്, ആ വിരിപ്പെടുത്തൊന്നും ഇങ്ങനെ കുടഞ്ഞു. എവിടെങ്കിലും ഒരു ദിർഹം കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതുകൂടി കൊടുത്തിട്ട് പോകാൻ എഴുതിയിട്ട് ഒറ്റ ദിർഹമും ബാക്കിയില്ലാതെ ആ വസിയത്ത് അങ്ങനെ സ്വീകരിച്ചിട്ടാണ് മക്കയിലേക്ക് പോയത്. കൊടുക്കേണ്ട മേഖലകളിലൊക്കെ സമ്പത്ത് ചെലവഴിച്ച മനുഷ്യൻ അവൻ നല്ലവനാണ്. അവനെ പറ്റിയാണ് അള്ളാഹു പറയുന്നത്. രണ്ടാമത്തെ തഫ്സീർ അമ്മാമൻ അഅ്ത എന്ന് പറഞ്ഞിടത്ത് ബഹുമാനപ്പെട്ട റാസി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, സമ്പത്ത് മാത്രല്ല നൽകിയത്, ശരീരത്തിന്റെ വിഹിതവും നൽകിയിട്ടുണ്ട്. എന്ത് നൽകി എന്നുള്ള പറഞ്ഞിട്ടില്ലല്ലോ, അമ്മാമൻ അഅ്ത എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ രണ്ടെണ്ണം നൽകിയിട്ടുണ്ട്. ശരീരം നൽകേണ്ട ഹക്കുകളിൽ ശരീരത്തിന്റെ ഹക്കും, സമ്പത്തിന്റെ ഹക്ക് നൽകേണ്ടടുത്ത് സമ്പത്തിന്റെ ഹക്കും നൽകിയിട്ടുണ്ട്. സമ്പത്തിന്റെ ഹക്കിൽ മുഖ്യമായതാണ് സക്കാത്ത്. സക്കാത്ത് കൊടുക്കുന്നതിൽ മുസ്ലിങ്ങൾ വളരെ പിറകോട്ട് പോയതാണ്. പാവങ്ങളൊക്കെ അങ്ങനെ പാവങ്ങളായിട്ട് അങ്ങനെ മാറാനുള്ളൊരു കാരണം. നമ്മളെ കേരളത്തിലുള്ള മുസ്ലിം വ്യാപാരികളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ട്. കച്ചവടക്കാരും വാർഷിക വരുമാനം കൂട്ടി നോക്കുമ്പോഴും അതുപോലെ തന്നെ വാർഷികമായിട്ട് അവർ കൊടുക്കേണ്ട സക്കാത്ത് കൂട്ടി നോക്കുമ്പോഴും ഇഷ്ടംപോലെ സക്കാത്തുള്ള ആൾക്കാരുണ്ട്. ചിലരെന്ത് ചെയ്യുന്ന അറിയാം നിങ്ങൾ, ഈ റമദാൻ മാസം ആയാലും കുറച്ച് 10ന്റെ നോട്ടും കുറച്ച് 50ന്റെ നോട്ടും കുറച്ച് 100ന്റെ നോട്ടും ചില്ലറായി കൊണ്ടുവന്നു. ചെറിയ ആൾക്കാർ വരികയാണെങ്കിൽ 10ന്റെ നോട്ടും കൊടുക്കും. കുറച്ചുകൂടി ഒരു മുന്തിയ ആൾക്കാർ വരികയാണെങ്കിൽ 50ന്റെ നോട്ട് കൊടുക്കും. നല്ലോണം വലിയ ആളുകളാണെങ്കിൽ 100ന്റെ നോട്ടും കൊടുക്കും. ഇതൊന്നും സക്കാത്താവൂല. സക്കാത്ത് കുട്ടികൾ കൊടുത്താൽ വിടുവോ? സക്കാത്ത് കുട്ടികൾ കൊടുത്താൽ വിടൂലല്ലോ. സക്കാത്ത് നൽകേണ്ട അവകാശികൾക്കല്ലേ കൊടുക്കേണ്ടത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ മക്ഫിയും ബിനഫഖ, മറ്റുള്ളവരെ ചെലവിന്റെ കീഴിൽ ജീവിക്കുന്നവരാണ്. അവർക്ക് എങ്ങനെ സക്കാത്ത് കൊടുത്താൽ വിടുന്നത്? ഞാനിപ്പോ ഉദാഹരണമായിട്ട് പറയാം, എന്റെ കീഴിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും മക്കള് നല്ല ജോലിയൊക്കെ എടുക്കാൻ പറ്റിയ മക്കൾ നിങ്ങളുടെ കീഴിൽ താമസിക്കുന്നുണ്ട്. ചെലവ് കൊടുക്കണമൊക്കെ നിങ്ങളാണ്. മക്കൾക്ക് എന്താവും, കാര്യമായിട്ട് ജോലി എടുക്കാനുള്ള ആഫിയത്തൊന്നുമില്ല. പക്ഷെ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്, അവരമ്മളാ പോറ്റി വളർത്തുന്നത്. ഞമ്മക്ക് കൊടുക്കേണ്ട സക്കാത്തിന്റെ വീതം ഓൾക്ക് കൊടുക്കാൻ പറ്റുമോ? വിടൂല. തലിമയും കൊടുത്താലും വിടൂല. മുഅല്ലിമയും കൊടുത്തൂലേ വിടും. സ്വതക്ക കൊടുക്കും, ഓൽക്കൊക്കെ സ്വതക്ക കൊടുക്കണം. സ്വതക്ക കൊടുക്കേണ്ട ആൾക്കാർ. സക്കാത്തിന്റെ വിഹിതം എന്ന് പറഞ്ഞാല് ഇപ്പൊ നാട്ടിൽ ഫിത്ർ സക്കാത്തും അങ്ങനെ തന്നെ. ഫിത്ർ സക്കാത്തോ കൊടുക്കുന്ന ഒരു കഥയാണ്. അത് പറഞ്ഞപ്പോ സംഗതി ആയത്ത് പൂർത്തിയാക്കാനില്ല. ഏതായാലും പറഞ്ഞതിൽ ആ കൂട്ടത്ത് പറയട്ടെ. സമ്പത്തിന്റെ ഹക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഫിത്ർ സക്കാത്ത് എന്ന് പറഞ്ഞാല് ഈ ഏർവാടിന്നും അതുപോലെ അജ്മീറിൽ നിന്നും കൊണ്ടുവരുന്ന അരി കൊടുക്കുമ്പോൾ കൊടുക്കാനുള്ളതല്ലേ. അത് കുറച്ച് ആണ്ട് കൊടുത്താൽ കുറച്ച് അങ്ങോട്ട് എവിടക്കത് കൊടുക്കണത്? അവകാശികൾക്കാ കൊടുക്കേണ്ടത്. അവകാശികളായിട്ട് ഇന്ന് നാട്ടിൽ കാണുന്ന ആൾക്കാർ 4 അല്ലെങ്കിൽ 5 വിഭാഗം: ഫക്കീർ, മിസ്കീന്, കടക്കാരൻ, പുതുമുസ്ലിം, യാത്രക്കാരൻ. ആ സമയത്ത് ഹലാല യാത്ര ഉദ്ദേശിച്ചാൽ മുസാഫിർ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. പുതുമുസ്ലിം ചില നാട്ടിലൊക്കെ ഉണ്ടാവും. അപ്പൊ നാളെ എന്നോട് ഒരാൾ ചോദിച്ചു, സാറേ ഞങ്ങളുടെ നാട്ടിൽ ഒരു പുതുമുസ്ലിമാണ് ആകേണ്ടത്. ഞാൻ പറഞ്ഞു, നിങ്ങളെ നാട്ടിൽ എല്ലാവരും വിഹിതം അയാൾ കൊടുക്കണം. അപ്പൊ എത്ര ലോഡ് അരി ഉണ്ടാവും എന്ന് വെച്ചിട്ടുണ്ടാവും. ഉണ്ടായിക്കോട്ടെ, ഇസ്ലാമിന്റെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, ഒരു നേർച്ചന്റെ അരി വർക്കത്തിന് കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കാനുള്ളതല്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടക്കണമെങ്കിൽ എന്ത് വേണം? അവകാശികൾക്ക് തന്നെ കൊടുക്കണം. ഒരു മഹല്ലില് എല്ലാരും ഫക്കീറാവോ? എന്താ നിങ്ങൾ പറയാത്ത? എല്ലാരും ഫക്കീറാവോ? ഞങ്ങൾ ആ പേരൊക്കെ തന്നാൽ നമുക്ക് ആർക്കും കൊടുക്കാം. എല്ലാരും ഫക്കീറാവോ? ഇല്ലല്ല. എല്ലാരും മിസ്കീനാവോ? ഇല്ല. അപ്പൊ നിശ്ചയിച്ച ആളല്ലേ ഉണ്ടാവുള്ളൂ. ആ ആളുകളെ കണ്ടെത്തി തന്നെ കൊടുക്കണം. ഉദാഹരണമായിട്ട് ഒരു മഹല്ലില് ആകെ 3 ഫക്കീറേ ഉള്ളൂ. എണ്ണി തിരിഞ്ഞ് തപ്പി തെരഞ്ഞു നോക്കും. എന്താ ഫക്കീറും മിസ്കീനും അല്ലാത്തവരെ മാറ്റം? ഒരാൾ ഫക്കീറും അല്ല മിസ്കീനും അല്ല എന്ന് പറയണമെങ്കിൽ ഏതാ അതിന്റെ പരിധി? ഫത്തുൽ മീൻ പറഞ്ഞേ പറയാം. ഒരു ഉംറുൽ ഖാലിബ് ജീവിക്കാനുള്ള സാമ്പത്തികമായ സ്രോതസ്സുള്ള ആള്, അയാളെ ഫക്കീറും ആയി കൂട്ടാൻ പറ്റൂല, മിസ്കീനും ആയി. ഉംറുൽ ഖാലിബ് എത്ര? ഒരു 60 കൂട്ടാ. ഇനിയിപ്പോ മേലോട്ട് ഒരു 70 എന്ന് പറയണ്ട. അങ്ങനെയൊക്കെ ഒറ്റടി ചിലതൊക്കെ പോലുള്ളൂ, ബാക്കിയൊക്കെ ഫീസാല. ഒരു 63 കൊല്ലൊക്കെ ജീവിക്കാൻ മാത്രമല്ലേ
ഒരു സാമ്പത്തിക സ്രോതസ് റെഡിയാക്കി വെക്കാൻ വരുമാനം ഉണ്ടായാൽ മതി. ആ വരുമാനത്തിൽ അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റും. അങ്ങനത്തെ ലെവലുള്ള അയാള് ഫക്കീറും അല്ല, അയാൾക്ക് മാത്രമല്ല കേട്ടോ ആശ്രിതർക്കും, ഫക്കീറും അല്ല മിസ്കീനും അല്ല. ഇനി അയാൾക്ക് വാങ്ങാൻ ഒരു ഗ്യാപ്പ് ഉണ്ട്. കടക്കാരനായ വാങ്ങാൻ, അയാള് കടക്കാരനായ എന്താ കടം? അയാളൊരു സ്ഥാപനം കൊണ്ടുനടക്കുന്നുണ്ട്. സ്ഥാപനത്തിന്റെ ആൾക്കാർക്ക് വന്നിട്ടില്ലല്ലോ, കൊണ്ടുനടക്കണ്ട. അവിടെ ഉണ്ട്, കടണ്ട്, സ്ഥാപനം നടത്തി കടണ്ട്. ഞാൻ വകുപ്പിലുണ്ടെങ്കിലും ഇങ്ങോട്ട് കൊടുത്താലും മതി. കടല് സ്വന്തത്തിലുള്ള കടം, മറ്റു ആവശ്യങ്ങൾക്ക്, ദീനീയ ആവശ്യങ്ങൾക്ക് കടം. ഇപ്പൊ ഞാന് എന്റെ അയൽവക്കക്കാരന് കടം കൊടുത്തു. എന്തിന്? അയാൾ ഹോസ്പിറ്റലിൽ പോകാണ്, വലിയ ഒരു സംഖ്യ വേണം ട്രീറ്റ്മെന്റിന്. അപ്പൊ അയാൾക്ക് ഞാൻ കടം കൊടുത്തു. ഇപ്പോ ആ കടക്കാരെന്നുള്ള ബേസിൽ എനിക്ക് സക്കാത്ത് വാങ്ങാം. എന്റെ പേരുള്ള കട അല്ലത്, അയാൾ കൊടുത്ത കട. അപ്പൊ എന്തിനാ ഇസ്ലാം ഇങ്ങനെ വെച്ചത്? അത് ആവശ്യമുള്ള ആളുകൾക്ക് കടം കൊടുക്കുമ്പോ ഇങ്ങനെ ഒരു പ്രോത്സാഹനം ഉണ്ടെങ്കിൽ ആ വിഷയം പിന്നീട് പ്രചോദനമുള്ള വിഷയമാകുമല്ലോ. അതിനാണ്. സ്വന്തത്തിനോ മറ്റുള്ളവർക്കോ വേണ്ടി ഹലാലായ മാർഗത്തിൽ കടം വന്ന ആള് അയാൾക്ക് വാങ്ങാം, മുതലാളിക്കൊക്കെ വാങ്ങാം. പുതു ഇസ്ലാമിക്ക് അങ്ങനെ കണക്കില്ല, കൊടുക്കാം. പുതു മുസ്ലിം സമ്പന്നനാണെങ്കിലും കൊടുക്കണം എന്നാണ്. കാരണം പുതു മുസ്ലിമിന് സമ്പത്തില്ലെങ്കിൽ മാത്രം കൊടുക്കണം എന്ന ലെവലിലല്ല അത്. പുതു മുസ്ലിമിന്റെ വീട്ടില് സക്കാത്തൊക്കെ ഇങ്ങനെ കിട്ടി വരി വരിയായി ചാക്ക് ഇങ്ങനെ വെച്ചപ്പോഴാണ് അവന്റെ അഞ്ചൻ വരുന്നത്. അനുജൻ ചോദിച്ചു, ഇത് എവിടുന്ന? അതല്ലേ ഞാൻ എന്നോട് പറഞ്ഞത്, ഇങ്ങനെ നോക്കി നടന്നോ, കൊറേ കാലായില്ലേ, ഇത് മുസ്ലിങ്ങളൊക്കെ തന്ന സക്കാത്താണ്. സുബ്ഹാനല്ലാഹ്, എനിക്ക് തന്ന സക്കാത്തോ? ഇതെന്താ വിൽക്കണമെങ്കിൽ എനിക്ക് വിൽക്കാം, ഉപയോഗിക്കണം എനിക്ക് തന്നാണ്. ഈ കണ്ണ ഈ 10-15 ചാക്കരിയോ? അതെ, എന്നാ ഞാനും വരും. അത് ഇസ്ലാമിക കണക്കൊന്നുമില്ല. അങ്ങനെ പായതായപ്പോഴും എന്താ നാട്ടിൽ പറയാ? നാട്ടിലെന്താണ് അയാളെ പേര്? അയാൾ മരിച്ചാലും പറയാ പുതു മുസ്ലിം മരിച്ചിട്ടോ അറിയും. അറിയില്ലേ? 15 കൊല്ലം നമ്മളെ നാട്ടിൽ വന്ന ഒരാൾ 15 കൊല്ലം മരിച്ചു, പുതു മുസ്ലിമാണ്. എന്താ ആൾക്കാർ പറയാ? ആ പുതു മുസ്ലിം മരിച്ചിട്ടോ. പുതു മുസ്ലിം എന്നുള്ള ആ ഒരു വകുപ്പിലാക്കി അങ്ങനെ കൊടുക്കണം. അങ്ങനെ പറയാ, കുഴപ്പമൊന്നുമില്ല. അറിയാൻ വേണ്ടി പറയാം. ആരാ മരിച്ചു വെച്ചപ്പോ അറിയാൻ വേണ്ടി നമ്മൾ പറഞ്ഞു, പെട്ടെന്ന് അറിയാൻ വേണ്ടി. അയാളെ പേര് പറഞ്ഞ പേര് നാട്ടിലേക്കൊന്നും അറിയില്ല. അയാളെ പേരുണ്ട്, ശരിക്കും ഒരു മുസ്ലിമിന്റെ പേരുണ്ട്. ഇങ്ങനെ പറഞ്ഞ അയാളെ തിരിയുന്നെങ്കിൽ അങ്ങനെ പറയാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മളോട് വന്ന് ചോദിച്ച ഒരാൾ ഇവിടെ ഏതെങ്കിലും ഒരു പുതു മുസ്ലിം ഉണ്ടോ വെച്ചാൽ അതാ ഇന്ന ഒരാൾ പുതു മുസ്ലിമാണെന്ന് പറയിച്ചു കൊടുക്കും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി പറയാം. അതൊരു ചോദ്യമാണ്, അത് ചോദിക്കേണ്ട ചോദ്യം. നമ്മളെ ചുറ്റുവട്ടത്തിൽ എവിടെയും ഫക്കീർ മിസ്കീൻ ഇല്ലേ? അടുത്ത മഹലിൽ പോകാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ പറഞ്ഞോളി, ഉള്ള സ്ഥലം ഞാൻ പറഞ്ഞേ. ഈ പരിസരങ്ങൾ കുറെ മഹല്ലത്തിലുണ്ട്, ഫക്കീറും ഉണ്ട് മിസ്കീനും ഉണ്ട്. ഫക്കീർ എന്ന് പറഞ്ഞാൽ അതിന്റെ പരിധി എത്ര? ഒരു കുടുംബത്തിന് കഴിയാൻ ശരാശരി ഒരു 3 അംഗ 4 അംഗ കുടുംബത്തിന് കഴിയാൻ ശരാശരി 500 വേണമെന്ന് കുട്ടികൾ. 500 ഒരു ചെറിയ ചെലവ് പറഞ്ഞാൽ വലിയ ചെലവല്ല, ചെറിയ ചെലവ്. എല്ലാ ചെലവും കൂട്ടണേ, ഹോസ്പിറ്റലൊക്കെ കൂട്ടി ഒരു ദിവസത്തെ ചെലവ് കൂട്ടിയ ഇയാൾക്ക് ഒരു 200 ഒക്കെ ഒരു ദിവസം ഒക്കും. 500 കിട്ടേണ്ട അടുത്ത് എത്ര ഒക്കും? 200 ഒക്കും. ബാക്കി 300 അയാൾക്ക് ഒക്കൂല എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളൂ. അത്തിങ്ങനെ ഒപ്പിച്ചു പോണ ആളാണ്, അയാളാണ് ഫക്കീർ. ഇത്ര ഗതിയുള്ളൂ. മിസ്കീൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ടാണ്. അയാൾ ഫക്കീർ അല്ലല്ലോ, മിസ്കീനാണ്. പക്ഷേ ഫക്കീറിനെക്കാളും കൂടുതൽ ഉണ്ടാകൽ മിസ്കീന്മാരാണ്. മിസ്കീന്റെ അവസ്ഥ എന്താ? അയാൾ ഒരു 100 കൂടി ഇങ്ങോട്ട് കൂട്ടുക, അല്ലെങ്കിൽ 150 കൂടി. 500 വേണ്ടെടുത്ത് ഒരു 350 400 ഒക്കെ ഒക്കും. ഒരു 100ന്റെ കുറവേ ഉള്ളൂ. അപ്പോ കുറഞ്ഞൊരു കുറവുള്ള ആളായാലും വലിയ ഒരു സാമ്പത്തിക സദസ് വലിയൊന്നുമില്ല, ഒപ്പിച്ചങ്ങനെ പോകും. അങ്ങനെയുള്ള മിസ്കീന്മാരും നാട്ടിലുണ്ട്, ഫക്കീർമാരും ഉണ്ട്. അപ്പൊ ഒരു നാട്ടില് 3 ഫക്കീറാണ് ആകെ ഉള്ളതെന്ന് കുട്ടികൾ. എന്നാൽ ആ നാട്ടില് മഹല്ലത്തിൽ മൊത്തം നോക്കുമ്പോ 300 ആൾക്ക് ഫിത്ർ സക്കാത്ത് കൊടുക്കാണ്ടെങ്കിൽ, 300 എന്നല്ല ഉണ്ടാകുക, 300 ആളെ ഫിത്ർ സക്കാത്ത് ഉണ്ടെങ്കിൽ ആ 300ൽ നിന്ന് 300 കുടുംബം ഓരോ വിഹിതം ഈ 3 ആളുകളിലേക്ക് വന്നാൽ എത്രയായി? അതാണ് ഇസ്ലാം ദാരിദ്ര്യ നിർമ്മാർജ്ജനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സത്യത്തിൽ ആ കിട്ടുന്ന ആൾക്ക്
വല്ലാത്തൊരാശ്വാസമായി. ചെറിയ ആശ്വാസം എന്നല്ല, വല്ലാത്ത ആശ്വാസം. അങ്ങനെ വർഷാവർഷം കിട്ടുമ്പോ അയാൾ ഫഖീർ എന്നുള്ള അവസ്ഥയിൽ നിന്ന് മാറും. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് സകാത്ത് സ്വീകരിക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നത്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കിട്ടിയ സ്വത്ത്, മദീനയാണല്ലോ കേന്ദ്രം, മദീനത്തേക്ക് അയച്ചപ്പോൾ ഉമർ റളിയല്ലാഹുവിന് തിരിച്ച് കത്തെഴുതി ചോദിച്ചു, അവിടുത്തെ സമ്പത്ത് എന്തിനാ ഇങ്ങോട്ട് അയച്ചത്? അത് അവിടെയുള്ള പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ലേ എന്ന് ചോദിച്ചപ്പോ അവിടുത്തെ ഗവർണർമാരെ മറുപടി, ഇവിടെ അങ്ങനത്തെ ഒറ്റൊന്നിനും കാണാനില്ല. അതെന്തേ കാണാനില്ലാതായത്? കറക്റ്റ് ആയിട്ട് അവർക്ക് കൊടുത്തിട്ട് അവരൊക്കെ സമ്പന്നരായി മാറി. ഫക്കീർ മിസ്കീന്റെ തലങ്ങളിൽ നിന്ന് ഉയർന്നു. ഓരോ വർഷം കിട്ടിയിട്ട് അങ്ങനെ ഉയർന്നു 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 വന്നു. പിന്നെ അവര് നല്ല സമ്പത്തുള്ള, ഇനി സക്കാത്ത് സ്വീകരിക്കാൻ വകുപ്പില്ലാത്ത ഒരു മേഖലയിലേക്ക് അള്ളാഹു കൊടുത്ത നിയമത്തുകൊണ്ട് ഉയർന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇനി ആ സമ്പത്ത് വേറെ ഏതെങ്കിലും വകുപ്പിൽ ചെലവഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ സമ്പത്ത് എത്ര കൊടുത്തെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ടൗണിൽ തന്നെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഒരു വർഷം തികഞ്ഞിട്ട് കിട്ടുന്ന കച്ചവടത്തിന്റെ ആ സക്കാത്തിൽ നിന്ന് ഒരു വിഹിതം, കച്ചവടത്തിന്റെ സക്കാത്തിന് ഒന്നല്ലേ, ഒരുപാട് സക്കാത്തിന്റെ വിഹിതം ഉണ്ടല്ലോ, കച്ചവടത്തിന്റെ സക്കാത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു വിഹിതം ആ ആള് താമസിക്കുന്ന മഹല്ലത്തിലെ ഒരു 3 ഫക്കീർ 3 മിസ്കീന് കൊടുക്കുകയാണെങ്കിൽ എത്ര ആശ്വാസം ഉണ്ടാവും? അത് തന്നെ ആ കച്ചവടം ചെയ്യുന്ന ആള്, അയാളെ കച്ചവടത്തിൽ ഒരു ദിവസത്തെ ലാഭവിഹിതം തന്നെ 20,000-25,000 രൂപകളുണ്ട്. ചെറുതാ പറഞ്ഞിട്ടോ, വലുതുള്ള വേറെ ഉണ്ട്, ചെറുതാണ്. 25,000 ഒരു ദിവസം ലാഭവിഹിതം ഉണ്ടെങ്കിൽ ഒരു കൊല്ലം അയാളെ കച്ചവടം ഇങ്ങനെ പൂർത്തിയാകുമ്പോൾ മുതൽ മുടക്കും ഇടയിൽ കിട്ടിയ ലാഭവും തമ്മിൽ കൂട്ടി നോക്കുമ്പോ എത്ര കൊടുക്കാണ്ടാവും? ഇഷ്ടംപോലെ കാത്തിർക്കാണ്ടാവും. ഇന്നലെ പിന്നെ ഒരാൾ വിളിച്ചു, ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് ചോദിച്ചു, അവിടെ ഒരു കച്ചവടം ഉണ്ട്, പക്ഷെ ഓരോ കച്ചവടം എങ്ങനെയാന്ന് വെച്ചാല് സാധാരണ സ്റ്റോക്ക് കച്ചവടത്തിന്റെ കൊല്ലാല് കാണാണ്ടാവില്ല. ഇങ്ങനെ ഇറ്റങ്ങനെ പോണാണ്, ഓരോ മാസം അങ്ങനെ പോകും. അപ്പൊ അതിന് സക്കാത്തുണ്ടോന്ന് വെച്ചു. സക്കാത്ത് ഉണ്ടാവില്ല എന്നൊരു കരുതി, സക്കാത്തുണ്ട് പറഞ്ഞു. അങ്ങനെ മുതൽ മുടക്ക് എന്നൊരു തുകല്ലേന്ന് വെച്ചാൽ ഉണ്ട്. ഇത്രയും മുതൽ മുടക്ക് വരാം. മുതൽ മുടക്ക് കുറച്ചേ ഉണ്ടാകുള്ളൂ. ഒരു പിന്നെ 2 ലക്ഷം റിയാലോ 3 ലക്ഷം റിയാലൊക്കെ ഉണ്ടാകുള്ളൂ. പിന്നെയോ പിന്നെ ആ കൊണ്ടുപോകുന്ന കച്ചവടത്തിന്റെ ലാഭവിഹിതം അതുണ്ട്. നാം മുതൽ മുടക്കിലേക്ക് ലാഭവിഹിതം കൂട്ടിയിട്ട് കിള്ളതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. ഒരു തുണിക്കച്ചവടക്കാരൻ അയാളെ വർഷം തികഞ്ഞപ്പോ, വർഷം തികയണ ഷാബാൻ 1-ന്, ഷാബാൻ റജബ് 30-നാണ് അയാൾ തുടങ്ങിയത്, ഷാബാൻ 1-ലേക്ക് കൂട്ടി വർഷം തികഞ്ഞു. ഷാബാൻ 1-ന് അയാള് വീടിലുള്ള എല്ലാ തുണിന്റെയും വില കൂട്ടത്ര പറയണ്ടോ? അടിച്ചു നോക്കിയാ പോരെ. കമ്പ്യൂട്ടറിൽ അടിച്ചാൽ കിട്ടില്ല എത്ര സാധനം ഉണ്ട്. അടിച്ചു നോക്കുമ്പോ ആ ടെക്സ്റ്റൈൽസിൽ എത്ര വിലയുടെ വസ്തു ഉണ്ട്? ഏകദേശം 50 ലക്ഷത്തിന്റെ വിലയുണ്ട്. ചെറിയ ടെക്സ്റ്റൈൽസ് പറഞ്ഞ വലുതല്ല, വലിയ വെഡിങ് മാളൊന്നല്ല, ചെറുത് പറഞ്ഞ 50 ലക്ഷത്തിന്റെ സാധനങ്ങൾ മുതൽ മുടക്കിയ വസ്തുക്കൾ അടക്കം കൂട്ടിയിട്ട് സൗകര്യങ്ങൾ കൂട്ടണം. വില ചെലവഴിച്ചൊക്കെ ഏതടക്കം കൂട്ടണം? AC അടക്കം കൂട്ടണം. അതല്ലേ, AC അടക്കം കൂട്ടണം. ഡെക്കറേഷൻ അടക്കം കൂട്ടണം. ഡെക്കറേഷൻ അടക്കം, അവിടെ സെൽഫുണ്ട്, സെൽഫ് അടക്കം, അങ്ങനെ പിന്നെ ഈ കാശ് സ്വീകരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മേശ അടക്കം, അതൊക്കെ കൂട്ടണം. എല്ലാം മുതൽ മുടക്കണമൊക്കെ. ഇത് കൊണ്ടുപോകും ചെയ്യല്ലോ നുള്ളി പൊറുക്കിയിട്ട്. അപ്പോ ഇതൊക്കെ കൂട്ടിയിട്ട് 50 ലക്ഷം ഉണ്ട് എങ്കിൽ എത്ര സക്കാത്ത് കൊടുക്കണം? നിങ്ങളൊന്ന് പറഞ്ഞാണ്. ഇത് പഠിക്കേണ്ട ക്ലാസ്സല്ലേ, എത്ര കൊടുക്കണം? 50 ലക്ഷത്തിന്റെ 2.5% എത്ര? ഇനിയിപ്പോ കാൽക്കുലേറ്ററിൽ കൂട്ടണല്ലോ. 1.25 ലക്ഷം. 1.25 ലക്ഷം എന്ന് പറഞ്ഞാൽ 1,25,000. അയാളെ നാട്ടിൽ പോയി, അയാളെ മഹല്ലിൽ അയാൾ പോയി. മഹല്ലിൽ അയാളെ പോയപ്പോ 2 സ്ഥലത്തും കൊടുക്കാം, താമസിക്കുന്ന സ്ഥലത്തും കൊടുക്കാം, ജോലി 2 സ്ഥലത്തും കൊടുക്കാം, ഇഷ്ടമുള്ളത് കൊടുക്കാം. അയാൾ കിട്ടുന്നത് വാങ്ങി ചെയ്യും. ആൾക്കാർ കിട്ടിയാലാവും പോലെ ഉണ്ടാവും. മഹല്ലത്തിൽ അയാൾ പോയി നോക്കുമ്പോ കുറച്ചൊക്കെ ഒരു സമ്പന്ന വിഭാഗമുള്ള മഹല്ല. അയാളിങ്ങനെ എന്നെ തിട്ടപ്പെടുത്തി നോക്കുമ്പോ 2 ഫക്കീറും ഉണ്ട്, 2 മിസ്കീനും ഉണ്ട്. ഉദാഹരണം പറയണ്ടോ? കടക്കാരനെ കൂട്ടി നോക്കുമ്പോ കടക്കാരൻ 3 ആളുണ്ട്. അപ്പൊ ഒരു വിഭാഗത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 3 ആൾ കൊടുക്കണം എന്നാണ്. 3 ആളില്ല, 2 ആളുള്ളെങ്കിൽ 3-ാമത്തെ ഒരാളെ വിഹിതം കൂടി 2 ആൾക്കും കൂടി കൊടുക്കണം. അങ്ങനെയാണ്. ഒറ്റ ആളും ഇല്ലെങ്കിൽ ആ വിഭാഗത്തെ തേടി വേറെ സ്ഥലത്തേക്ക് പോകാന്നാണ്.
ഒരു വിഭാഗത്തിന്റെ മറ്റേ വിഭാഗത്തിന് കൊടുത്തോണമെന്നില്ല. അപ്പൊ മിസ്കീനും കടക്കാരുള്ളെങ്കിൽ ഫക്കീറിന്റെ പേരിലേക്ക് മടക്കിയോണമെന്നില്ല. ആ ഫക്കീറിനുള്ള വിഹിതം മറ്റു മഹലിലേക്ക് കൊടുക്കാം അവിടെ അല്ലെങ്കിൽ. അപ്പൊ 2 ഫക്കീറും 2 മിസ്കീനും ഒരു 3 കടക്കാരുള്ളെങ്കിൽ ഈ ഉള്ള 1.25 ലക്ഷം ഇവർക്കാണ് ഇപ്പൊ ചെലവാക്കുന്നത്. അപ്പൊ ഒരാൾക്ക് എന്ത് കൊടുത്തു? 2 ആൾക്കാർ കൊടുക്കാണ്. 2 ഫക്കീർമാരെ വിളിച്ചിട്ട് വിഹിതം വെച്ച് ഇങ്ങനെ നോക്കി, വിഹിതം വെച്ച് നോക്കിയിട്ട് കണക്ക് ശരിക്കും കറക്റ്റ് ആക്കിയിട്ട് ഓരോരുത്തരുടെ വിഹിതം കറക്റ്റ് ആക്കിയിട്ട് ഒരു ഫക്കീറിനെ വിളിച്ച് 20,000 മറ്റേ ഫക്കീറിനെ വിളിച്ച് 20,000 കൊടുത്തു. 40,000 കൊടുത്തില്ല, ഇങ്ങനെ കൊടുത്തു. ഈ 20,000 ഉപയോഗപ്പെടുത്തിയിട്ട് ആ ഫക്കീർ എന്ത് ചെയ്തു? നല്ല ഒരു ജോലി നേടി. നിങ്ങൾ നോക്കി ഇസ്ലാം ഇങ്ങനെ ഉയർത്തുന്നത്. നല്ല ഒരു ജോലി നേടിയിട്ട് പിറ്റത്തെ കൊല്ലം അയാളെ അന്വേഷിച്ച് മറ്റയാൾ വന്നപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കിപ്പോ സക്കാത്ത് നിങ്ങൾ തന്നാൽ ശരിയാവും തോന്നുന്നില്ല. അതെന്തേ? നിങ്ങൾ കഴിഞ്ഞ കൊല്ലം തന്ന 20,000 കൊണ്ട് ഞാനൊരു കച്ചവടം വേറെ തുടങ്ങിയിട്ട് ഇപ്പൊ ഞാനും സക്കാത്ത് കൊടുക്കേണ്ട ആളാണ്, ഞാനിപ്പോ ഫക്കീറിന്റെ അവസ്ഥയിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട് എന്ന് അയാൾ പറഞ്ഞു. ഞങ്ങൾ മിസ്കീനായി കൂട്ടാൻ പറ്റുമോ? അതും ഇന്നെ കൂട്ടാൻ പറ്റാൻ ചാൻസ് ഇല്ല. കാരണം അള്ളാഹു തആല 20,000 തന്നെ എനിക്ക് നല്ല ഉയർച്ച തന്നു. കഴിഞ്ഞ കൊല്ലം കിട്ടിയ വരുമാനം തന്നെ ഉണ്ട് 4-5 ലക്ഷം ഉണ്ട് എന്നാണ് പറഞ്ഞു. ഇനിയിപ്പോ ഉള്ള സ്വത്ത് ആ കിട്ടിയ സ്വത്ത് നോക്കുന്നവര് കൂട്ടി നോക്കുമ്പോ ഏകദേശം ഒരു ഉംറുഗാലിബ് ജീവിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക്. ഇതാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. മറ്റേ ആളും അതേ രൂപത്തിൽ പുരോഗതിപ്പെട്ടു വന്നു. അങ്ങനെ 2-3 കൊല്ലം കൊണ്ട് ഇങ്ങനെയുള്ള ഫക്കീർമാരെയും മിസ്കീന്മാരെയൊക്കെ നല്ല നിലവാരത്തിലേക്ക് ഉയർത്താനാണ് ഈ സക്കാത്ത്. കൊടുക്കേണ്ടത് കൊടുത്തിട്ടില്ലെങ്കിലോ അത് ഭയങ്കര ദുർഗതിയല്ലേ? കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ പരാജയമല്ലേ, ചെറിയ പരാജയമൊന്നുമല്ല. അപ്പൊ സക്കാത്ത് കൊടുക്കണം, ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെടാത്ത ആളുകൾ ഉണ്ടാകും എന്നുള്ളത് അപൂർവം ചില ആൾക്കാരുണ്ടാകും. ഫിത്ർ സക്കാത്ത് ബന്ധിക്കുന്നത് പെരുന്നാളിന്റെ രാവും പകലും ഉള്ള ചെലവുമായി ബന്ധപ്പെട്ട് നോക്കിയിട്ടാണ്. പെരുന്നാളിന്റെ രാവും പകലും കഴിച്ചുകൂടാൻ പറ്റിയ ചെലവും അവർക്കും ഓരോ കുടുംബത്തിനൊക്കെ ഉണ്ട്. അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ മിച്ചുണ്ട്. അപ്പൊ ചിലര് പറയും കീശയില് പോക്കറ്റില് പണമായിട്ടില്ല. പണമായിട്ട് വേണ്ട, സമ്പത്ത് എന്ന അർത്ഥത്തിൽ പരിഗണിക്കപ്പെടാവുന്നതൊക്കെ അതിന്റെ പരിധിയിൽ വരും. കീശയിലൊരാൾക്ക് കാശൊന്നുമില്ല, പിന്നെ അയാൾക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട്, എന്നാ അയാള് സമ്പന്നൻ തന്നെയാണ്. ആ സ്വത്ത് ഉപയോഗപ്പെടുത്താലോ, കൃഷി ചെയ്യാലോ, വാടക കൊടുക്കാലോ, പലതും ചെയ്യാലോ, കിട്ടുന്ന വരുമാനങ്ങളൊക്കെ. അപ്പൊ മറ്റൊരു ഭാഗത്ത് കടമുണ്ട് എന്ന് കരുതിയിട്ട് സക്കാത്തിന്റെ വുജൂബ് അതുകൊണ്ട് തടയപ്പെടുകയും ഇല്ല, സക്കാത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെ ഓരോ മഹല്ലത്തിലും അർഹിച്ച ആളുകൾക്ക് കൊടുക്കേണ്ട വിഹിതം സമ്പത്തിന്റെ ഹക്ക് കൊടുക്കണം. സമ്പത്തിൽ വരുന്ന വേറൊരു ഹക്കായി ഈ സക്കാത്ത് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, മരിച്ചു കഴിഞ്ഞാല് ആദ്യമായി പരിഗണിക്കൽ മുന്തിക്കേണ്ട ഒരു വിഹിതമാണ് സക്കാത്ത്. ബാപ്പ മരിച്ചു, ഉമ്മ മരിച്ചാല് അവരെ സ്വത്ത് ഓഹരി വെക്കുന്നതിന് മുമ്പ് ജനങ്ങൾക്കുള്ള ഹക്കും അള്ളാഹുവിനുള്ള ഹക്കും അത് ആദ്യം അതിൽ നിന്ന് വേർതിരിക്കണം. അങ്ങനെ നോക്കുമ്പോ സക്കാത്ത് കൊടുക്കേണ്ട ഹക്കുണ്ട്. അതെങ്ങനെ മനസ്സിലായത്? ബാപ്പാന്റെ പെട്ടി തുറന്നു നോക്കുമ്പോ അതിൽ 5 ലക്ഷം ഉണ്ട്. അപ്പൊ ഉമ്മ പറഞ്ഞു മക്കളോട്, മക്കളെ 5 ലക്ഷം അതിലുണ്ടാവും. ഉണ്ട്. അത് ബാപ്പാക്ക് കിട്ടിയ കാശാണ്. നേരത്തെ ബാപ്പാന്റെ ഒരാൾ കടം വാങ്ങി കൊണ്ടുപോയ കാശാണ്. ആ കാശ് ബാപ്പാന്റെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്തത് ബാപ്പ സുഖമില്ലാതെ ക്ഷീണിച്ചൊരവസ്ഥയിലാണ് കൊണ്ടുവന്നു കൊടുത്തത്. പക്ഷെ ഇത് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഉമ്മാനോട് വെച്ച് സക്കാത്ത് കൊടുക്കുന്നു, കൊടുക്കാനും ചാൻസ് ഇല്ല. കാരണം അതവിടെ നിന്നോട്ടെ എന്ന് ബാപ്പ പറഞ്ഞു. അതിന് സക്കാത്ത് കൊടുക്കാനുള്ള ഒരു അവസരമൊന്നും ബാപ്പ കിട്ടിയിട്ടുണ്ടാവില്ല. ബാപ്പ അങ്ങനെ രോഗിയായി കടന്നു, ഒരു കുറഞ്ഞ കാലം ജീവിച്ചു, നേരത്തെ കിട്ടാനുള്ള കാശായിരുന്നു. അപ്പൊ കടം കൊടുത്ത അന്ന് മുതലുള്ള ആ വർഷം കൂട്ടിയിട്ട് ബാപ്പ രോഗിയായി കടന്നിട്ടുള്ള വർഷം കുറെ നീങ്ങിയല്ലോ, ആ വർഷങ്ങളും കൂട്ടിയിട്ട് എന്റെ വിഹിതത്തിന് സക്കാത്ത് കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ, കൊടുത്താലൊക്കെ ഒരു പക്ഷെ അറിയും, ഏതെങ്കിലും രൂപത്തിൽ അറിയും. കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കണം. സ്വത്ത് ഒരുക്കാൻ എളുപ്പമാണ്, അതിലെ ഹക്ക് വീട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഹജ്ജ് വുജൂബായ ബാപ്പയാണ്, ഹജ്ജ് വുജൂബായ ഉമ്മയാണ്. അവരെ സമ്പത്താണ് വീതം വെക്കുന്നത്. എന്നാ ഹജ്ജിനുള്ളത് അതിൽ നിന്ന് ശിഷ്ടം ബാക്കിയാണ്. ഒന്നുകിൽ
മക്കളിൽ ആരെങ്കിലും ഞാൻ ചെയ്തോളാം ഹജ്ജ് എന്ന നിലക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല, ഓന ഹജ്ജ് ചെയ്തോളണം ഏറ്റെടുത്ത അങ്ങനെ അല്ല. ഓല ആരും അത് എല്ലാവരും ഹജ്ജ് ചെയ്തോളാം, നീ ആർക്കും അങ്ങനെ ആകൂലെങ്കിൽ സ്വത്തുന്നൊരു വിഹിതം വിറ്റിട്ട് ഒരാളെ പറഞ്ഞേക്കണം. ഹജ്ജ് ചെയ്ത ഒരാളെ കൂലി കൊടുത്തിട്ട് പറഞ്ഞേക്കണം ഹജ്ജ് ചെയ്യാൻ. ഹജ്ജ് ഉജൂബായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണം, അല്ലാതെ വീതം വെക്കാൻ കഴിയില്ല. വീതം വെച്ചാൽ പെട്ടെന്നാണ് വീതം വെച്ചാൽ നീ ഓൻ ചെയ്തോട്ടെ ഇവൻ ചെയ്തോട്ടെ 4 തട്ട് കെട്ട്. ഓനാണ് വാപ്പാന്റെ പെൻഷൻ മൊത്തം വാങ്ങി ഓൻ ചെയ്തോട്ടെ. മറ്റോൻ പറയും വാപ്പാക്ക് എവിടുന്ന ഒരു അവാർഡ് ഇട്ട പൈസ ഓനാ വാങ്ങിയ ഓർത്തോട്ടെ. പിന്നെ ആരാ ചെയ്യാ? ആരും ചെയ്യില്ല. അതുകൊണ്ട് സമ്പത്തിന്റെ ഹക്ക് അത് കൊടുത്ത ആള് വിജയിച്ചവർ അള്ളാഹു എണ്ണുന്ന ഒന്നാമത്തെ അടയാളം ഫഅമ്മാമൻ അഅതാ. സമ്പത്തിന്റെ ഹക്ക്, ശരീരത്തിന്റെ ഹക്ക് രണ്ടും നൽകിയിട്ടുണ്ട്. ശരീരത്തിന്റെ ഹക്ക് ആ ശരീരം കൊണ്ട് നിർവഹിക്കാൻ അള്ളാഹു കൽപ്പിച്ച വിഷയങ്ങളിലേക്കൊക്കെ ശരീരത്തെ ചെലവഴിക്കുക അള്ളാഹുവിന്റെ മാർഗത്തിൽ. വത്തഖ രണ്ടാമത്തെ വിശേഷണം കണ്ടോ നിങ്ങൾ? എന്നിട്ട് തഖ്വ ചെയ്ത് ജീവിച്ചു. അതെന്തേ അങ്ങനെ പറയാൻ കാരണം അറിയാം? സമ്പത്തൊക്കെ ഇങ്ങനെ ചെലവാക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് തോന്നും ഞാൻ അത്യാവശ്യം ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് വേറെ കുറെ തെറ്റും കുറ്റങ്ങളും ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ആ കൊടുക്കുന്നതുകൊണ്ട് ഇത് പരിഹരിച്ചോളെന്ന് കരുതും. ഒന്ന് ഞാൻ അങ്ങനെ കൊടുക്കുന്ന ആളായതുകൊണ്ട് ഈ തെറ്റുകുറ്റങ്ങളെ പേരിൽ എന്നെ പരീക്ഷിക്കപ്പെടാൻ ചാൻസ് ഇല്ല എന്നാണ് മനസ്സിലാക്കും. അങ്ങനെ കരുതരുത്. കൊടുത്തിട്ടുണ്ടെങ്കിലും അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് സുരക്ഷിതമായി സൂക്ഷ്മമായി മുത്തഖിയായി അയാൾ ജീവിച്ചു. എന്നിട്ട് വസ്വദ്ദഖ ബിൽ ഹുസ്ന, ഹുസ്ന കൊണ്ട് വാസ്തവമാക്കി അംഗീകരിച്ചു. ഹുസ്നക്ക് പറഞ്ഞ തഫ്സീറിൽ ഒന്നാമത്തെ തഫ്സീർ ഏറ്റവും നല്ല വചനം അയാൾ ചൊല്ലി വിശ്വസിച്ചു, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വിശ്വസിച്ചു. എന്നാൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, എളുപ്പ വഴിയിലേക്ക് നമ്മൾ വഴി തെളിയിച്ചു കൊടുക്കും. അങ്ങനെ തഫ്സീർ കൊടുക്കാൻ കാരണം ഈ സമ്പത്ത് ചെലവഴിച്ച് സൂക്ഷ്മ ജീവിതം നയിച്ച ആൾക്ക് ആ പിന്നീട് പറയുന്ന ഫലം കിട്ടണമെങ്കിൽ ഈമാനോടുകൂടെ ചെയ്യണ്ടേ. കാരണം ഇഷ്ടം പോലെ ദുന്യാവെന്ന് കൊടുത്തു, ഇഷ്ടം പോലെ ആൾക്കാർക്ക് കൊടുത്തു, ആഖിറത്തിൽ ഒന്നും കിട്ടാത്തവരുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്? ആയിഷ ബീവിന്റെ അകന്നൊരു കുടുംബക്കാരനാണ് ഇബ്നു ജദ്ആൻ എന്ന് പറഞ്ഞ മനുഷ്യൻ. ഇബ്നു ജദ്ആൻ നല്ല ധർമ്മിഷ്ഠനായിരുന്നു. ഭക്ഷണം കൊടുക്കുന്നതിൽ വളരെ താല്പര്യമുള്ള ആളായിരുന്നു. അയാളെ വീട്ടിൽ സ്വഹീഹ് മുസ്ലിമിന്റെ ഷർഹിൽ കാണാം, ഈ ഹദീസിന്റെ ഷർഹിൽ അയാളെ വീട്ടിൽ ഒരു ചെമ്പുണ്ടായിരുന്നു. ആ ചെമ്പിലേക്ക് കോണി വെച്ചാ കയറില്ല, അത്രയും വലിയ ചെമ്പാണ്. ആ ചെമ്പിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് രാവിലെ തന്നെ 1000-ലധികം വരുന്ന ആളുകൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുത്തിരുന്ന മുതലാളിയാണ് ഇബ്നു ജദ്ആൻ. ആയിഷ ബീവിന്റെ ചോദ്യം, നബിയെ ഇബ്നു ജദ്ആൻ ഇത്രയും ഭക്ഷണം കൊടുത്ത് അറിയപ്പെട്ട ആളല്ലേ, ഫഹൽ യൻഫഉഹു ദാലിക ഫിൽ ആഖിറ, ആഖിറത്തിൽ അത് ഉപകാരം ചെയ്യോ? ഖാല തങ്ങൾ പറഞ്ഞു ലാ, ഉപകാരം ചെയ്യൂല. എന്തേ കാരണം? ലിഅന്നഹു ലം യഖുൽ യൗമൻ റബ്ബി ഗ്ഫിർ ലി ഖതിയതി യൗമുദ്ദീൻ. യൗമുദ്ദീനെ കുറിച്ചൊരു വിശ്വാസമാക്കില്ലായിരുന്നു, പരലോകത്തെ കുറിച്ചൊരു വിശ്വാസം. അപ്പൊ ഈമാൻ ഉണ്ടെങ്കിൽ ഇത് ഫലിക്കുള്ളൂ. അതുകൊണ്ടാണ് സ്വദ്ദഖ ബിൽ ഹുസ്ന എന്ന് പറഞ്ഞിടത്ത് ഏറ്റവും നല്ല വചനം അംഗീകരിച്ചു, കലിമത്തു തൗഹീദ്. അത് അംഗീകരിച്ചിട്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത്. ചിലരുണ്ടാവും കളവൊന്നും പറയാത്ത ശുദ്ധന്മാരില്ലേ, ചതിയൊന്നും ചെയ്യില്ല. ഞാൻ ദർശനത്തിൽ അവിടെ ഉണ്ടായിരുന്നു മുമ്പ് ഒരു നമ്പൂരി. ആൾക്കാർ പറയണ്ട നാട്ടിൽ ഈ മഴ ഇല്ലാതായി കഴിഞ്ഞാൽ കഞ്ഞി വെച്ച് വിളമ്പും. ആണ് സ്വഭാവം. കഞ്ഞി വെച്ച് വിളമ്പും. മഴ പെയ്തിട്ടേ കഞ്ഞെടുക്കൽ നിർത്തുള്ളൂ. അങ്ങനെ അവരാചാരപ്രകാരം അയാൾ കരിച്ചു. കരിച്ചപ്പോ ഈ കൈ എത്രയായിട്ടും കരുണില്ല. ബാക്കിയൊക്കെ കരിഞ്ഞു. മാത്രം തീരെ കരാൻ പാടില്ലല്ലോ. ഈ കൈ എന്ന് പറഞ്ഞാൽ ധർമ്മം ചെയ്തു എന്നുള്ള ആ ഒരു നിലക്കുള്ള ഒരു പുണ്യാണ്. അതാണ് സ്വർഗീയസ്ഥരാന്നുള്ള തെളിവല്ലാതെ. അപ്പൊ അവസാനം അവർ ആ കയ്യെ മുറിച്ചയിലിട്ട് കരിയാത്ത കയ്യും. അപ്പൊ അയാളങ്ങനെ ചെയ്തിരുന്നു. വരുന്ന ആൾക്കാർക്കൊക്കെ കഞ്ഞി വെച്ച് ഇങ്ങനെ കൊടുക്കും. മഴ പെയ്ത് റെഡിയാണ്, ഇവരെ കഞ്ഞി കൊടുക്കും. മഴ നല്ലോണം പെയ്തോ കഞ്ഞി കൊടുക്കൽ നിർത്തും. അത് അയാളൊരു പതിവായിരുന്നു. അങ്ങനെ ധർമ്മം ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്. പക്ഷേ അത് ആഖിറത്തിൽ ഫലപ്പെടണമെങ്കിൽ ഈമാൻ വേണം. ദുന്യാവിൽ ആരോഗ്യം കിട്ടും, സുഖം കിട്ടും, ഒക്കെ കിട്ടും, മുറാദുകളൊക്കെ ഹാസിലായി കൊടുക്കും. ആഖിറത്തിൽ ഉപകാരം കിട്ടണമെങ്കിൽ ഈമാൻ വേണം.
അതാണ് സദ്ദഖ ബിൽ ഹുസ്ന എന്നുള്ളിടത്ത് ഫഅമ്മാ മൻ ആതാ വത്തഖ വസദ്ദഖ ബിത്തൗഹീദ്, തൗഹീദ് കൊണ്ടും നുബുവത്ത് കൊണ്ടും വാസ്തവമാക്കി അംഗീകരിച്ചു, എന്നാൽ അവർക്ക് നല്ല പ്രതിഫലം കിട്ടും. കാരണം കുഫറിന്റെ കൂടെ നിഷേധത്തിന്റെ കൂടെ സമ്പത്ത് ചെലവഴിച്ചു എന്ന് കരുതിയിട്ട് ഉപകാരപ്പെടൂല, ഹറാമുകളിൽ നിന്ന് സൂക്ഷിച്ചു എന്ന് കരുതിയിട്ട് ഉപകാരപ്പെടൂല. തെറ്റുകുറ്റം ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലോ, വിശുദ്ധന്മാരും വിശുദ്ധകളായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നവരുമില്ലേ, അങ്ങനെയുണ്ട്. അപ്പോ അത് ഒരു നല്ല ജീവൻ നയിച്ചുകൊണ്ടുള്ള ഓൽക്കൊരു സ്ഥാനം കൊടുക്കുന്നത് നമ്മളെ പോലെ നിരുത്സാഹപ്പെടുത്തല്ല. പക്ഷെ അത് ആഖിറത്തിൽ ഫലം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഈമാനാണ്. വലിയൊരു വിശുദ്ധരായിക്കോട്ടെ, നമുക്ക് തർക്കമൊന്നുമില്ല, ആൾക്കാർ കാണുന്ന സ്ഥാനല്ലേ. രണ്ടാമതായിട്ട് ഹുസ്നയെ പറ്റി പറഞ്ഞെടുത്ത് പറഞ്ഞു, ഹുസ്ന എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല ഫർളാക്കിയ ഇബാദത്തൊക്കെ അയാള് നല്ലതാണ് എന്ന് ശരിക്കും വിശ്വസിച്ചു. അല്ലാഹ് ഫർളാക്കിയ കുറെ ഇബാദത്തില്ലേ, അല്ലാഹ് ഫർളാക്കിയ എത്ര ഇബാദത്തുണ്ട്, അതൊക്കെ നല്ലതാന്ന് വിശ്വസിച്ചു. ഒന്നും തെറ്റായി വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹു ഫർളാക്കിയ ഒരു ഇബാദത്താണ് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദ ഇരിക്കുക എന്നുള്ളത്. വഫാത്തിന്റെ ഇദ്ദ 4 മാസം 10 ദിവസമല്ലേ, അത് ഉൾക്കൊള്ളാൻ കഴിയില്ല പലർക്കും. ചിലര് പറയും അങ്ങനെ ഇരിക്കണം, 40 ദിവസം ഇരുന്നാൽ മതി. അപ്പൊ പിന്നെ ഈ പറഞ്ഞു പെടൂല. ഇരിക്കാത്തവർക്കൊക്കെ അതിന്റെ ഏർപ്പാടുണ്ടോ, അല്ലാന്ത് പറയാനാണ്. ഇരിക്കണം എന്നല്ലേ കണക്ക്. ത്വലാഖ് 3 ചൊല്ലിയാല് ഒരു പുരുഷൻ ത്വലാഖ് 3 ചൊല്ലിയിട്ട് ആ പെണ്ണിനെ തന്നെ വേണമെന്ന് വാശി പിടിച്ച് അങ്ങനെ കരഞ്ഞു നിലവിളിച്ചിടുന്ന ആ പെണ്ണിനെ കിട്ടും. അതിന് നിയമല്ലേ, ഫലാ തഹില്ലു ലഹു ഹത്താ തൻകിഹ സൗജൻ ഗൈറ. വേറൊരു ഭർത്താവിന് ആ പെണ്ണ് വിവാഹിതയാകണം. വിവാഹിതയായാലും പോരാ, ശരിക്കും ബന്ധപ്പെടണം. ബന്ധപ്പെട്ടാലും പോരാ, ത്വലാഖ് ചൊല്ലണം. അവിടെ ഒന്നും നിർബന്ധിപ്പിക്കാൻ പാടില്ല എന്നാ. ഇത് നാളെ തന്നെ ത്വലാഖല്ലേ, ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ടേ ചെല്ലുള്ളൂ പറഞ്ഞു മറ്റവന്. ഇക്രാഹ് പാടില്ല എന്ന് അവിടെ ഒന്നും നിർബന്ധിപ്പിക്കാൻ പാടില്ല. നിർബന്ധിപ്പിച്ചാലൊക്കെ മസല വേറായി പോകും. ഇന്ന് രാത്രി തന്നെ ത്വലാഖല്ലെന്ന് പറയാൻ പറ്റൂല എന്നോട്. അങ്ങനെ കല്യാണം കഴിച്ചു പോകും മോൻ പറഞ്ഞൊരു വല്ല അങ്ങനെ കെട്ടേറും. നാം മറ്റവൻ എത്ര കടുത്ത ശിക്ഷയാണ് അള്ളാഹു കൊടുത്തത്. അതിലൂടെ ഒരു കുട്ടി വേറെ ജനിച്ചാലോ അതും ശിക്ഷ തന്നെയല്ലേ. ആ കുട്ടിയെയും പിന്നെ പരിപാലിക്കപ്പെടണ്ടേ. കുറച്ച് കഴിഞ്ഞ് ഓനാണ് ത്വലാഖല്ലി, ഓൻ ഒഴിവാക്കി, ഇദ്ദ കഴിഞ്ഞു, പുതിയ നിക്കാഹ് മഹർ കൊടുത്ത് പുതിയ നിക്കാഹ് ചെയ്തു. അപ്പൊ ഈ കുട്ടിയെയും നോക്കണം. ഈ കുട്ടി എങ്ങനെ കാണുമ്പോ പിന്നെ ഒന്നൊരു മൂർപ്പുണ്ടാവും. അടച്ചവനായ റബ്ബേ, ഇത് ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല. അത് പുരുഷൻ അല്ലാഹു തആല കൊടുക്കുന്ന ഒരു ശിക്ഷയാണ്. അങ്ങനെ എല്ലാം പാടില്ല. ചാൻസ് ആണെന്ന് ഒക്കെ ഉപയോഗപ്പെടുത്തല, അല്ലാതെ പറ്റില്ല. അപ്പൊ ഒരാള് പറഞ്ഞു എന്ത്, അത് വലിയ സ്വീപ്പുള്ള സംഗതിയാണ്, അതുകൊണ്ട് ആരും അറിയാതെ സ്വകാര്യമായിട്ട് ഓലാണ്ട് മസലത്താക്കി വിട്ടാൽ മതി. അതെന്ത് മസലത്ത? അത് അല്ലാഹു തആലാന്റെ നിയമം വിശ്വസിക്കുന്നതിനെതിരല്ലേ. ഇത് റബ്ബ് വ്യക്തമായിട്ട് പറഞ്ഞ നിയമല്ലേ, ഹലാലാകൂല. അപ്പൊ ഹലാലാകാത്ത സംഗതി എങ്ങനെ ഹലാലാക്കി? നിയമം പരിഗണിക്കാതെ. അതാണ് സദ്ദഖ ബിൽ ഹുസ്ന, ശരീഅത്തിന്റെ നിയമങ്ങളൊക്കെ അംഗീകരിച്ച് നല്ല മട്ടത്തിൽ ജീവിച്ചു എന്നാണ് രണ്ടാമത്തെ തഫ്സീർ. മൂന്നാമത്തെ തഫ്സീർ സദ്ദഖ ബിൽ ഹുസ്ന, കൊടുത്തിട്ട് അയാൾക്ക് വിഷമൊന്നുമില്ല, പകരം കിട്ടുന്നുണ്ടല്ലോ ഹദീസിൽ. കൊടുത്താ നല്ലത് പകരം കിട്ടും, അത് ഇവിടെയും കിട്ടും അവിടെയും കിട്ടും പകരം. ആ വിശ്വാസത്തോടുകൂടെ ജീവിച്ചു എന്നാ സദ്ദഖ ബിൽ ഹുസ്ന. അതാണ് ഹദീസിൽ പറഞ്ഞ. അവിടെ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാ ദിവസവും 2 മലക്കുകൾ വിളിച്ചു പറയുന്നുണ്ട്. ആ മലക്കിന്റെ ഭാഷ യസ്മഉഹ ഖൽഖുല്ലാഹി, അല്ലാഹുവിന്റെ സൃഷ്ടികളൊക്കെ കേൾക്കും. ഇല്ല സഖലൈൻ, മനുഷ്യരും കേൾക്കൂല ജിന്നും കേൾക്കൂല. ഓലും കൂടെ കേൾക്കുക നല്ലൊരു സംഗതി, നവീൻ ഓലും കൊടുത്തിരുന്നല്ലോ. എല്ലാരും കേൾക്കും. മലക്കുകൾ എന്നും 2 മലക്കുകൾ പറയുന്നുണ്ട്, അല്ലാഹുമ്മ അഅതി കുല്ല മുൻഫിഖിൻ ഖലഫൻ വകുല്ല മുംസികിൻ തലഫ. റബ്ബേ, കൊടുക്കേണ്ട മാർഗങ്ങളിലൊക്കെ ചെലവ് ചെയ്യുന്ന ആൾക്ക് നീ നഷ്ടം കൊടുക്കല്ലേ, പകരം കൊടുക്കും. അല്ലാഹു പറഞ്ഞല്ലോ, വമാ അൻഫഖതും മിൻ നഫഖത്തിൻ ഫഹുവ യുഖ്ലിഫു. നിങ്ങൾ എന്ത് ചെലവ് ചെയ്താലും പകരം ആര് തരും? അല്ലാഹു തആല തരും. അല്ലാഹ് ഖൈറുർ റാസിഖീൻ അല്ലേ. നിങ്ങൾ എന്ത് ചെലവാക്കിയോ അതിന് പകരം അല്ലാഹു തആല തരും. അതാ വിശ്വാസത്തോടെ ആകണം. ഇത് എക്കാച്ചക്കരി കൊടുത്താൽ എങ്ങനെ മരുന്നുടിച്ചാരുണ്ടാവും. ആ വിശ്വാസത്തോടെ ഏതായാലും കൊടുക്കാതെ ചോദിച്ചില്ല, അങ്ങനല്ല, പകരം അല്ലാഹു തആല തരും. അപ്പൊ പകരം കിട്ടും. അതുണ്ട്, അതുതന്നെ ഫൈളായിഫഹു ആഖിറത്തിലേക്ക് വർധനവ് കൂലി കിട്ടുന്ന. അല്ലാഹു തആല കടം കൊടുക്കാന്ന് പറഞ്ഞാല് തിരിച്ചു അങ്ങോട്ട് തരണമെന്ന് പ്രതീക്ഷ അല്ലാതെ കൊടുക്കാന്നാ പറയുന്നത്. തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് കൊടുക്കുക.
ഇതിന് തിരിച്ചൊന്നും കിട്ടിക്കോണമെന്നില്ല എന്ന് പ്രതീക്ഷിക്കാതെ. അതാണ് ചിലരെന്ത് ചെയ്യല്, ഇത് നിങ്ങൾ ആ വകുപ്പിൽ എഴുതണ്ട, ഇത് ഇനി എന്റെ കുട്ടീന്റെ കല്യാണം ഉണ്ടാകുമ്പോൾ കൊണ്ടുവരും വേണ്ട, ഇതൊരു ഹദിയ, ഇതവിടെ പേര് ഇതാളല്ല. ആ കൊടുക്കുന്ന കൊടുതി നല്ല തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, ഒരു ഭംഗി വാക്ക് പോലും തിരിച്ചു പ്രതീക്ഷയില്ല. അപ്പൊ സത്യത്തിൽ ഒരു കൊടുത്തിട്ട് അല്ലാഹു തആലാന്റെ മാർഗത്തിൽ കൊടുത്തതിന് അതിനെ പറ്റിയാണ് ഖർളൻ ഹസനൻ, നല്ല കടം. നല്ല കടം എന്ന് പറഞ്ഞാൽ നല്ല പ്രതിഫലം തിരിച്ചു കിട്ടാണ്ടതിന്. പക്ഷെ ഇവിടെ കൊടുത്തോണ്ട് ഇവിടെ കൊടുത്തു എന്നുള്ള ഒരു കടമാക്കി വെച്ചു. ആ കടത്തിന്റെ പകരം കിട്ടുന്നത് ആഖിറത്തിലാണ്. അതാണ് അതിനെപ്പറ്റി ഖർള് എന്ന് വാക്ക് പറയാൻ കാരണം. പ്രതിഫലം അതിന് ഉറപ്പാണ്. കൊടുത്താൽ നല്ല കടം കൊടുത്താൽ തിരിച്ചു കിട്ടുമല്ലോ എന്നേൽക്കാം. ഇവിടെ എന്ത് ചെലവഴിച്ചാലും ഫഹുവ യുഖ്ലിഫു, അല്ലാഹു പകരം തരും. ഖുർആനിൽ തന്നെ മറ്റൊരു സംഭവം കാണാം. ഒരു സ്ഥലത്ത് എന്നും കൃഷി ചെയ്യുമ്പോ അതിൽ നിന്നൊരു വിഹിതം, അങ്ങനെ ഉണ്ട് ഖുർആനിലുണ്ട്. സ്വത്ത് വിഹിതിക്കുമ്പോഴൊക്കെ പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. പച്ചക്കറിയൊക്കെ നട്ട് പച്ചക്കറി എടുക്കുമ്പോഴൊക്കെ അയലക്കാർക്കും ആരെങ്കിലും കാണാൻ വന്ന ഓൽക്കോ കൊടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഖുർആനിലുണ്ട് അങ്ങനെ ഒരായത്ത്. പലരും അമൽ ചെയ്യാത്ത ആയത്താണെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. എന്തെങ്കിലും ഒരു വിഹിതം വെക്കുമ്പോഴേ, ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാളുള്ള തേങ്ങ ഒക്കെ പറിച്ചിങ്ങനെ കൂട്ടിയിട്ടു. അപ്പൊ അയലക്കത്തിന് ഒരു താത്തിയും അപ്പുറത്തോലൊക്കെ ഒന്ന് തേങ്ങ കുറച്ചൊക്കെ തോന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഓല അഭിപ്രായം പറയാൻ വേണ്ടി വെറുതെ വന്നാണ്. അപ്പൊ ഓൽക്കൊരു സന്തോഷത്തോടെ 2-3 തേങ്ങ എടുത്തു. അപ്പുറത്ത് തേങ്ങ പറിച്ചാൾക്ക് കൂലിയും കൊടുത്ത് അയാൾക്കും കൊടുത്തു 2 തേങ്ങ കൊണ്ടേക്കൂലിയാണ്. ഇങ്ങനെ ഈ കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. മുമ്പ് ഒരു കർഷകൻ ഉണ്ടായിരുന്നു. ഖുർആന സംഭവം പറയുന്നുണ്ട്. എല്ലാ വർഷവും കൃഷി ചെയ്താൽ അയാൾ ഒരു വിഹിതം അങ്ങോട്ട് മാറ്റി. കാരണം ഈ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന സമയത്ത് മിസ്കീന്മാരും ഫക്കീർമാരും ഒക്കെ വരും. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും, ഓരോരുത്തർക്കും ഓരോ പാക്കറ്റിൽ അങ്ങനെ ഇട്ട് കൊടുക്കും, കൊണ്ടുപോയി. അങ്ങനെ ഒരു വർഷം കൊടുത്തപ്പോ പിറ്റത്തെ വർഷം അല്ലാഹു തആല അയാൾക്ക് കൃഷിയിൽ ഡബിൾ കൊടുത്തു. ഫഹുവ യുഖ്ലിഫു, അല്ലാഹു കൊടുക്കുന്ന പകരം ഇരട്ടി കൊടുത്തു. ഇരട്ടി കൊടുത്തപ്പോ അയാൾ എന്ത് ചെയ്തു, അയാൾ പിശുക്കിയില്ല. അല്ലാഹു തആല തോനെ തന്നല്ലോ. കഴിഞ്ഞ കൊല്ലം ഇതേ സ്ഥലത്ത് തന്നെ കൃഷി ചെയ്ത്, പക്ഷെ ഇക്കൊല്ലം ചെയ്തപ്പോ കേടില്ലാതെ നല്ല ലാഭത്തില് നല്ല കരുത്തില് വിളവ് തന്നു. അപ്പൊ കഴിഞ്ഞ വർഷം വെച്ച അതേ വിഹിതം കുറച്ച് വലുതാവും ഇപ്പോ നീക്കി വെച്ചു. അങ്ങനെ 3-ാം വർഷം പിന്നെയും അത് വർദ്ധിച്ചു. ഓരോ വർഷവും ഇങ്ങനെ വർദ്ധിച്ച് കിട്ടാൻ. അങ്ങനെ പിന്നെ ബാപ്പ മരിച്ചു, മക്കളത് ഏറ്റെടുത്തു. 3 മക്കൾ ഏറ്റെടുത്തപ്പോ അവര് 3 പേരും ചർച്ച ചെയ്തൊരു യോഗം കൂടി. നമ്മളെന്താ ചെയ്യാ? അപ്പൊ ഒരാൾ പറഞ്ഞു, ബാപ്പ കൊടുത്തോലെ കൊടുക്കലാണ് അതിന്റെ ഭംഗി. മറ്റേ ആൾക്കാര് പറയില്ലേ, മക്കൾ ഇത്രയും വലിയ ബഖീലായി, കുറച്ചേലും കൊടുത്തില്ല. അപ്പൊ മറ്റോലൊക്കെ പറഞ്ഞു, ബാപ്പ അന്ന് അങ്ങനെ കൊടുത്തതേ, ബാപ്പാക്ക് നമ്മൾ 3 ആളേ ഉള്ളൂ, ഞമ്മക്ക് ഓരോരുത്തർക്കും 6 ആളുണ്ട്, അതുകൊണ്ട് അങ്ങനെ കൊടുക്കാൻ പറ്റൂല. ഓക്കെ, ബാപ്പ കൊടുത്തതിന് വർഷാവർഷം അല്ലാഹു തആല പകരം കൊടുത്തിട്ടുണ്ട്. ചെലവഴിച്ചതിന് അല്ലാഹു ഓരോ വർഷവും ഇരട്ടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഇപ്പൊ മക്കളെ ലിസ്റ്റിലില്ല, അങ്ങനെ കിട്ടുന്നില്ല. ഇവരെന്ത് ചെയ്തു? ഒരാള് പറഞ്ഞു, മൂത്ത ആള് പറഞ്ഞു ഹാല ഔസത്തുഹും, ഒരു നടുവിലത്തെ ആള് പറഞ്ഞു, ഒരു ചേട്ടനും ഇല്ല 5 നടു കുടുങ്ങിയാളാ. അയാള് പറഞ്ഞു എന്ത്, പിന്നെ കുറച്ചെങ്കിലും നമ്മൾ കൊടുക്കല്ലേ, ഇതല്ലേ നല്ലത്. അപ്പൊ മറ്റവരൊക്കെ പറഞ്ഞു കൊടുക്കണ്ട, കൊടുക്കാതിരുന്നാൽ നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് ആൾക്കാരൊക്കെ വരൂലെന്ന് വെച്ചു. അപ്പൊ അവര് പറഞ്ഞു, ഒരു 2 ദിവസം മുമ്പ്, ആ ഡേറ്റ് നാട്ടിലൊക്കെ മഷൂറാ എല്ലാവർക്കും. അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ആള് റമദാൻ മാസത്തിന്റെ തലേന്ന് ശാബാൻ 25-നോ അങ്ങനെയൊക്കെയാണ്, അന്ന് അയാളെ വക ഒരു കിറ്റ് വിതരണം. സുബ്ഹാനല്ലാഹ്, 1000കണക്കിന് ആൾക്കാർ വരും. അയാൾ ഒരു കർഷകനാണ്, ഒരു ബിസിനസ്സും കൃഷിക്കുള്ള ആളാണ്. 2 വലിയ ലോറിയിൽ അരി വന്നിറക്കിയിട്ട്, പത്തിരിന്റെ അരിയും അതുപോലെ തന്നെ ചോറൊക്കാനുള്ള അരിയും, ഒരു വലിയ കിറ്റാണ്. ഒരു 10, 35, 40 കിലോ ഉണ്ടാവും ഒരു കിറ്റൊക്കെ, പഞ്ചസാരയും. ഇത് ഇയാൾ അങ്ങനെ കുറെ കൊല്ലം കൊടുത്തു പോകും. അയാൾക്കൊരു ക്ഷീണവും ഇല്ല കേട്ടോ. ബിസിനസ് അങ്ങനെ കുമിഞ്ഞുകൂടി. കിട്ടുന്നതിനനുസരിച്ച് അയാൾ ഓരോ കൊല്ലം ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കൊടുത്തു. ഇതേ രൂപത്തിൽ തന്നെ പിന്നെ മക്കളെ കയ്യിലേക്ക് വന്നു. അയാൾ മരിച്ചുപോയി, അല്ലാഹു അയാൾക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, നല്ല മനുഷ്യൻ. മക്കളെ കയ്യിൽ വന്നപ്പോ ഒരു കൊല്ലം ഒരു കൊടുത്തു, പിറ്റത്തൊല്ലം കൊടുത്തില്ല. പിറ്റത്തൊല്ലം ബിസിനസ് കൂട്ടിയും ചെയ്തു. ബിസിനസ് കൂട്ടി അതന്നെ. അപ്പൊ ആ ബാപ്പാന്റെ ആ പാരമ്പര്യത്തിൽ നിന്നെങ്കിൽ പ്രശ്നമില്ലേന്നല്ലോ.
ഒരു കൊല്ലം ഓൽക്ക് ആൾക്കാരെ കണ്ടുപിടിയിടാൻ ഓല് കൊടുത്തു വാപ്പാന്റെ ശേഷം. പിന്നെ പിറ്റത്തെ കൊല്ലാകുമ്പോ അത് നിർത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പലരും പറഞ്ഞു നിങ്ങൾ നിർത്തേണ്ടി വരുന്നു, കിട്ടുന്ന ആൾക്കാരെ അപ്പോലും നിർത്തി. അങ്ങനെയാണല്ലോ ആൾക്കാരെ കൗല്, ചില ആൾക്കാരെ കൗല് നമ്മള് തള്ളാൻ പറ്റൂല, ഓലെ കൽഭേദാന്ന് അറിയില്ലല്ലോ. നല്ല ആത്മാർത്ഥമുള്ള ആൾക്കാരായിരിക്കും. സംഗതിയെ കുറിക്കൊണ്ട് ആകെ ദുന്യാവൊക്കെ ആകെ പാപ്പർ സുട്ടായി പോവും. നിങ്ങൾ നോക്കൂ, ഖുർആൻ പറയുന്ന ഈ ചരിത്രത്തില് ബാപ്പ വിളവെടുക്കുന്നതിന് 2 ദിവസം മുമ്പ് അത് നമ്മൾ കൊയ്തെടുത്ത് ശരിക്ക് കൃഷിയൊക്കെ പറിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവര് തോട്ടത്തിൽ വന്നു നോക്കുമ്പോ അവർക്ക് ഭക്ഷിക്കാൻ പോലും ഒരു കൃഷി പോലും ബാക്കി വെക്കാതെ മൊത്തം അല്ലാഹു തആല ചുടുകാറ്റടിച്ചിട്ട് കരിച്ചു കളഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറൻ മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. ഇനി അല്ലാഹു തന്നാ ഇൻഷാ അല്ലാഹ് നമ്മൾ കൊടുക്കുന്നേ. അല്ലാഹു തആല നമുക്ക് തരാണെങ്കിൽ നമ്മൾ കൊടുക്കാതെ ഒരു നിലക്കും പ്രശ്നമുണ്ടാവില്ല. ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. അല്ലാഹു പറഞ്ഞു കദാലിക്കൽ അദാബ്, ഇപ്രകാരമാണ് ശിക്ഷ. ഇങ്ങനെയാണ് ശിക്ഷ. അത് ഇവിടുന്നുള്ള ശിക്ഷയാണ്. വല അദാബുൽ ആഖിറത്തി അക്ബർ, ആഖിറത്തിലെ ശിക്ഷ ഇതിനേക്കാളും വലുതാണ്. നിങ്ങൾ നോക്ക്, അവ കൊടുത്താൽ വസദ്ദഖ ബിൽ ഹുസ്ന, പകരം കിട്ടും എന്നൊരു വിശ്വാസം വേണം. അത് സ്വദ്ദഖ എന്ന് പറഞ്ഞാൽ ചിലർക്ക് വിശ്വാസമല്ല, മരുന്ന് അങ്ങനെ കുടിക്കും, 2 ദിവസം കുടിച്ചാൽ പറയും ആ ഡോക്ടർക്ക് ചികിത്സ അറിയില്ല തോന്നുന്നുണ്ട്, പിന്നെ വേറെ ഡോക്ടറെ കാണിക്കും, അയാൾക്ക് അത്ര അറിയില്ല, കാരണം വേദന കൂടിക്കാണ് ഇപ്പൊ പറയും. കാരണം അവര് പറയുമ്പോഴുള്ള പഥ്യത്തിനും നിബന്ധനയിലും കുടിക്കൂല, വിശ്വാസമില്ല. കുടിച്ചു നോക്ക മാറി കിട്ടിയാൽ അങ്ങനല്ല കുടിക്കണ്ടേ. പിന്നെ നല്ല വിശ്വാസത്തോടുകൂടെ കുടിക്കണം, നല്ല വിശ്വാസത്തോടുകൂടെ കൊടുക്കണം. കൊടുത്താൽ അതിന് പകരം കിട്ടും, ഇഷ്ടം പോലെ കിട്ടും. ജീവിതകാലത്ത് ഇഷ്ടം പോലെ കൊടുത്ത മഹതിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. ഉമ്മമാരോട് അമരട്ടെ, കൊടുക്കുന്നതിൽ നിങ്ങൾ യാതൊരു കുറവും ചെയ്യരുത്. നിങ്ങളെ കുടുംബക്കാര് വീട്ടിൽ വരുമ്പോ, സഹോദരന്മാരുടെ സഹോദരിമാരെ മക്കളൊക്കെ വരുമ്പോ അവർക്കൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു സ്വതക്ക കൊടുക്കണം. അത് അനിവാര്യ, ആവശ്യമാണ്. എന്തേ അങ്ങനെ കൊടുക്കണം എന്ന് പറയാൻ കാരണം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കണ്ടില്ലേ നിങ്ങൾ, ഒരു ചുള കാരൊക്കെ ഉള്ളതെങ്കിലും കൊടുക്കും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ കാലശേഷം 40 കൊല്ലത്തോളം ജീവിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും പട്ടിണിയായിട്ടില്ല എന്ന് മാത്രല്ല, സമ്പത്ത് ആ വീട്ടിൽ കുമിഞ്ഞുകൂടിയിരുന്നു. ഏത് സ്വഹാബിമാര് കച്ചവടം ചെയ്താലും നബിതങ്ങളെ ഹയാത്ത് കാലത്ത് ഹദിയ കൊടുത്ത വീടല്ലേ, അപ്പൊ പിൻകാലത്തും അവരത് പതിവാക്കിയെന്ന. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടം കഴിഞ്ഞ് വന്നാല്, ഒരു ബിസിനസ് കഴിഞ്ഞ് വന്നാൽ ആഴ്ചയിൽ 2-3 നടക്കും, അപ്പൊ കൊണ്ടുവന്ന് കൊടുക്കും 700-800 ദിർഹം. വാതിൽക്കൽ വെച്ചിട്ട് പറയും ഇന്നലെ കഴിഞ്ഞ കച്ചവടത്തിലുള്ളതാണ്, ദ്വാരക്കണം എന്ന് പറയും, ഒറ്റ പോക്കു. അങ്ങനെ പിന്നെ ബൈത്തുൽ മാലിൽ നിന്ന് ആയിഷ ബീവിക്ക് സ്വത്ത് വേറെ മാതൃമീങ്ങൾക്കൊക്കെ ഉണ്ട്. ആയിഷ ബീവിന്റെ വീട്ടിൽ ഹദിയ കുമിഞ്ഞുകൂടി. ആയിഷ ബീവിക്ക് കിട്ടിയ ആ കാശ് കൊണ്ടെങ്ങാനും മദീന വാങ്ങുകയാണെങ്കിൽ മദീന മൊത്തം ആയിഷ ബീവിന്റെ. ചെലവ് ചെയ്യുന്ന അള്ളാഹു കൊടുത്ത പകരം. പക്ഷെ ഇവിടെ ഒന്നും ആഗ്രഹിക്കാതെ എനിക്ക് പകരം ഫുള്ള് ആഖിറത്തിൽ മതി എന്നുള്ള നിലക്കാണ് ഹയാത്ത് കാല വഫാത്തിന്റെ സമയത്ത് നോക്കുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് ഒന്നും അവിടെ ബാക്കി വെച്ചുള്ള ഒക്കെ കൊടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോ കുറച്ച് പൊടി ഉണ്ടായിരുന്നു അവിടെ, മിഷ്കാത്തിലോ കാണാൻ ഹദീസ്. ആ പൊടിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒരു 4-5 ദിവസം അങ്ങനെ പത്തിരി ചുട്ടു. പത്തിരി അങ്ങനെ ചൂടാണ്, പൊടിന്ന് അങ്ങനെ എടുക്കുന്നുണ്ട്. ഒരു ദിവസം ആ പൊടി അളന്നു നോക്കി, ആ പിറ്റേന്നൊക്കെ ഉണ്ടായതുള്ളൂ, പിന്നെ ഉണ്ടായില്ല. അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, പഠിച്ചവൻ അത് അളക്കണ്ടില്ലേന്ന്, ആ ജീവിതകാലം മൊത്തം ആ പൊടി മതിയാകും. സത്യത്തിൽ ഇത് 2 ദിവസം 3 ദിവസം കൂട്ടാനുള്ള പൊടി ഇല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ബാക്കിയുള്ള പൊടിയല്ലേ, അപ്പൊ ആ പൊടിയിൽ അള്ളാഹു ബറക്കത്ത് നിലനിർത്തിയതാണ്. അത് അളന്നപ്പോ, എല്ലാ വസ്തു അങ്ങനെ അളക്കാൻ പാടില്ല, അളന്നപ്പോ അതവിടെ കറക്റ്റായി പോയി. മഹദി പറഞ്ഞു, അളന്നിട്ടില്ലെങ്കിൽ ജീവിതകാലം മൊത്തം അത് മതിയായിരുന്നു. എന്തേ അത് മതിയായിരുന്നു എന്ന് പറഞ്ഞത്? നാ പിന്നെ വേറെ കിട്ടുന്നൊക്കെ വേറെ ഭാഗത്തിലൂടെ ചെലവാക്കാലോ, അതിനാണ് പറഞ്ഞത്. അല്ലാതെ ഇവിടെ തങ്കരിക്കാനല്ല, വേറെ ചെലവാക്കാലോ. അപ്പൊ സ്വഹാബിമാരും മറ്റോലൊക്കെ ഇഷ്ടം പോലെ സമ്പത്ത് ചെലവഴിച്ചിട്ട് ഓർക്കും അല്ല പകരം കിട്ടിയോ ചിലർ ചോദിക്കും. പകരം ദുന്യാവിലും കിട്ടിയിട്ടുണ്ട്, ആഖിറത്തിലും കിട്ടിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകുമ്പോ, ഹിജ്റ പോകുമ്പോ 1 ദിർഹം ബാക്കി വെക്കാതെയാണ് മുഴുവൻ സ്വത്ത് കൊടുത്താ പോയത്.
നബി തങ്ങളെ കൂടെ. ഇതാരോന്ന് ഇനി ഉണ്ടാക്കി പറഞ്ഞതോ മറ്റോ അറിയില്ല, മണത്തറിഞ്ഞോ അറിയില്ല. ആരോന്ന് പോയിട്ട് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബാപ്പാനോട് പറഞ്ഞു, ആ മക്കളൊക്കെ പട്ടിണിയാക്കിയിട്ടാ പോയത്. അപ്പൊ മുപ്പരിങ്ങനെ ചൂടായി വന്നു. നബി തങ്ങൾ വിശ്വസിച്ചിട്ടില്ലല്ലോ. ചൂടായി ഇങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോ അസ്മാ ബീവി സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മോളല്ലേ, നല്ല തന്ത്രമുള്ള മോളല്ലേ, അവിടെ ഒരു സഞ്ചിയിൽ കുറച്ച് കല്ലിരിക്കുന്നുണ്ട്, ഉരുളൻകല്ല്. ആ സഞ്ചി ഇങ്ങനെ എടുത്തിട്ട് പറഞ്ഞു, ഇതൊക്കെ ബാപ്പയോടെ ബാക്കി വെച്ചു. പറഞ്ഞു തെറ്റൊന്നുമില്ല, ഇതൊക്കെ ഇവിടെ ബാക്കി വെച്ചു, ഞങ്ങൾ വെറുതാക്കി പോയതൊന്നുമില്ല. അപ്പൊ പിന്നെ വല്യാപ്പാണ് തിരിച്ചുപോയും ചെയ്തു. പക്ഷെ ആ കുടുംബം കുറച്ച് ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് മദീനയിലേക്ക് വന്നത്. ഒരൊറ്റ ദിവസം പോലും ആ കുടുംബം പട്ടിണിയിലായിട്ടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചതിന് അല്ലാഹ് ഇവിടെ പകരം കൊടുത്തിട്ടുണ്ട്. വസദ്ദഖ ബിൽ ഹുസ്ന, പകരം കിട്ടും എന്ന വിശ്വാസത്തോടുകൂടെ സമ്പത്ത് ചെലവഴിച്ചു. ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, എന്നാൽ സ്വർഗം, ഒന്നാമത്തെ തഫ്സീർ അതാണ്, എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് നമ്മൾ അവന് എളുപ്പം കൊടുക്കും. സമ്പത്ത് ചെലവഴിച്ചു, ഒന്ന് ചെലവഴിക്കേണ്ട രൂപത്തിലൊക്കെ. രണ്ടാമത് വത്തഖ, മുത്തഖിയായി ജീവിച്ചു. അത് ചേർത്തി പറയാനുള്ള കാരണം, ഞാൻ ഇങ്ങനൊക്കെ കൊടുക്കുന്ന ആളായതുകൊണ്ട് ഇങ്ങനെ കുറെ ഹറാം വർക്കും ചെയ്താൽ എനിക്കൊന്നും പറ്റൂല എന്നുള്ളൊരു ധാരണ ഉണ്ട്. അങ്ങനല്ല, സമ്പത്ത് കൊടുക്കുന്നുണ്ടെങ്കിലും സൂക്ഷിക്കേണ്ടതൊക്കെ സൂക്ഷിക്കണം. വസദ്ദഖ ബിൽ ഹുസ്ന, കലിമത്തു തൗഹീദ് വിശ്വസിച്ചു, അല്ലെങ്കിൽ അള്ളാന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ വിശ്വസിച്ചു, പകരം കിട്ടുമെന്ന ആത്മവിശ്വാസം ഉണ്ടായി. അങ്ങനെ ജീവിച്ചാൽ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, ഒന്നാമത്തെ തഫ്സീർ എളുപ്പമാർഗം സ്വർഗത്തിലേക്ക് അല്ലാഹു തആല കൊടുക്കും. അപ്പോൾ അവിടെ ചോദ്യമുണ്ട്, ഇങ്ങനൊക്കെ ചെയ്ത ആള് സ്വർഗത്തിലേക്ക് പോകുന്ന ഉറപ്പില്ല, പിന്നെന്താ വസനുയസ്സിറുഹു ലിൽ യുസ്റാ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അതിന്റെ അർത്ഥം എളുപ്പമായ വഴിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. ആഖിറത്തിൽ അങ്ങോട്ട് എത്തിയാ മതി, മലക്കുകൾ കൈയൊടിച്ചാണ് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ ഒരു വ്യാഖ്യാനത്തിൽ ഹിസാബിന്റെ ആവശ്യം ഉണ്ടാകൂല, ഡയറക്റ്റ് വഴി സ്വർഗത്തിലേക്ക് അവർക്ക് തുറക്കും. ഇത്ര വലിയ എളുപ്പമാണ്. ശുഹദാക്കൾക്കോ കിട്ടുന്ന എളുപ്പം കണ്ടില്ല. അവരെ ശരീരത്തിലെ ആ ഷഹാദത്താണ് ഏറ്റവും വലിയ അടയാളം. ഈ രക്തമൊക്കെ ഇങ്ങനെ പൊടിഞ്ഞു നിൽക്കുമ്പോ ഇനി ഓരോട് ഒന്ന് ചോദിക്കുക, നിങ്ങൾ ദീനെന്താ ചെയ്ത്? ആ ചോദ്യം തന്നെ ഒരു മോശല്ലേ? പോലെ മർഹബാന്നും പറഞ്ഞു സ്വീകരിക്കാം. അതാണ് സ്വർഗത്തിലേക്ക് ഇവരൊക്കെ കടക്കൂലേ എന്ന് പറഞ്ഞപ്പോ മഹാന്മാരായ പണ്ഡിതന്മാരോട് തഫ്സീർ കൊടുത്തത്, ആദരിച്ചുകൊണ്ട് മലക്കുകൾ വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ് സലാമുൻ അലൈക്കും ബിമാ സബർതും ഫനിമ ഖുബദ്ദാർ. മലക്കുകൾ പറഞ്ഞു, ദുനിയാവിൽ കുറെ സഹിച്ചില്ലേ, കുറെ ക്ഷമിച്ചില്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരി, നിങ്ങൾ അവിടെ നിൽക്കല്. മലക്കുകൾ വന്ന് ആനയിച്ചു കൊണ്ടുപോകും, ആദരിച്ചു കൊണ്ടുപോകുന്നതാണ് ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ എന്നതിന്റെ തഫ്സീറിൽ മഹാനായ റാസി ഇമാം റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത്. മറ്റൊന്ന് ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, ഇങ്ങനെ കൊടുക്കുന്ന തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആള്, നല്ലോണം വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്ക് വീണ്ടും വീണ്ടും ഖൈർ ചെയ്യാനുള്ള എളുപ്പമാർഗം അല്ലാഹ് കാണിച്ചു കൊടുക്കുന്ന. കാരണം അയാളെ ഖൈർ പെട്ടെന്ന് നിൽക്കണ്ടെന്ന് എഴുതിയിട്ട് കുറെ ഖൈർ ചെയ്യാൻ, അള്ളാഹുവിനെ അനുസരിക്കാൻ. അൽ യുസ്റാ ഹിയൽ ഔദു ഇല ത്വാഅ അല്ലതി അതാ ബിഹാ അവ്വലൻ, ആദ്യം ചെയ്ത അതേ സൽക്കർമ്മം വീണ്ടും വീണ്ടും ചെയ്യാനുള്ള മാർഗം അള്ളാഹു തആല എളുപ്പമായി കൊടുക്കും. അല്ല, മറ്റൊരു തഫ്സീർ പ്രകാരം ഇങ്ങനെ കൊടുക്കുന്ന മുത്തഖിയായ മനുഷ്യനല്ലേ, എന്ത് പ്രശ്നകലുഷിതമായ വിഷയങ്ങൾ വന്നാലും നേരിടാനുള്ള നല്ല പക്വതയും കഴിവും ആത്മാർത്ഥമായ മനോധൈര്യം അല്ലാഹു കൊടുക്കും. ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ ലറ ഉസ്മാന മാ അമില ബഅദൽ യൗം. തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പ്രതീക്ഷിക്കാത്ത അത്രയും സഹായമാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്തത്. അന്ന് വളരെയധികം ഒരു വിഷമഘട്ടാണ്. 300 ഒട്ടകങ്ങളെ അങ്ങോട്ട് കൊടുത്തു. സംഭാവന കൊടുക്കുന്ന കാശിനല്ല, അതിന്റെ പുറമെ ദിർഹം ദീനാറ് വേറെ. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, മാ ലറ ഉസ്മാന മാ അമില ബഅദൽ യൗം, ഇന്നത്തെ ദിവസത്തിന് ശേഷം ചെയ്യുന്നതൊന്നും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പരിക്കാകൂല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മഹാന്മാര് പറഞ്ഞു, പരിക്കേൽക്കുന്ന ഒന്നും ഉസ്മാൻ റളിയല്ലാഹുവിൽ നിന്ന് വരൂല എന്നാണ്. എന്ന് പറഞ്ഞാൽ നല്ല എളുപ്പ വഴി, സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിക്ക് ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള കഴിവ് കൊടുക്കും. അതുകൊണ്ടാണ് ശത്രുക്കൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വീട്ടുതടങ്കലിലാക്കി. റമദാൻ ഷരീഫിലല്ലേ വീട്ടുതടങ്കലിലാക്കിയിട്ട് വിപ്ലവകാരികൾ തടഞ്ഞു വെച്ചപ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് നോമ്പ് നോൽക്കാനുള്ള വെള്ളം വീട്ടിന്റെ മുകൾ ഭാഗത്ത് ഒരു ദ്വാരം പ്രത്യക്ഷപ്പെട്ട് അതിലൂടെ നോമ്പ് നോൽക്കാനുള്ള ഭക്ഷണം കൊടുത്തത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നായില ബീവി വന്നിട്ട് പിറ്റേന്ന് ചോദിച്ചു, ഉസ്മാൻ തങ്ങളെ, നിങ്ങൾക്ക് നോമ്പ് നോൽക്കാനുള്ള ഭക്ഷണം ആരാ തന്നത്? ഇന്നലെ രാത്രി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നു. എന്നിട്ട് തങ്ങൾ എന്നോട് പറഞ്ഞു, നോമ്പ് തുറക്കുന്നത് നാളെ നമ്മളെടുത്ത് വെച്ചാകാം. പിറ്റേ ദിവസം റളിയല്ലാഹു അൻഹു ഷഹീദായും ചെയ്തു. ആ ഷഹീദായപ്പോ അവിടെ കാണാം, ഇബ്നു കസീറൊക്കെ ഉദ്ധരിച്ച ചരിത്രം കാണാം, ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പെരടിയിൽ വെട്ടിയപ്പോ ആ പെരടിയിലുള്ള ഒരു രക്തത്തുള്ളി പോയി ഖുർആനിൽ വീണെടുത്ത് ആ ചെയ്ത ആളുകൾക്ക് മറുപടി ഉണ്ടായിരുന്നു എന്നാണ് സൂറത്തുൽ ബഖറയിലെ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഇവർക്ക് കൊടുക്കേണ്ടതൊക്കെ അല്ലാഹു തആല കൊടുക്കും. അവർക്ക് നിങ്ങൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ആര് കൊടുക്കും? അല്ലാഹു കൊടുക്കും. എന്നിടത്താണ് ഒരു തുള്ളി പോയി വീണത്. ഖുർആൻ തുറന്നു ഓതുമ്പോഴല്ലേ അവർ വന്ന് വെട്ടിയത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പിറ്റേന്ന് നോമ്പ് തുറക്കാൻ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്തിലേക്ക് പോയി. നോക്ക് നിങ്ങൾ, അപ്പോ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും തരണം ചെയ്യാനുള്ള മനോധൈര്യം ഏത് ഘട്ടത്തിലും അള്ളാഹു എളുപ്പമായി കൊടുക്കും എന്നും ആ ആയത്തിന്റെ തഫ്സീറിൽ റാസി ഇമാം റളിയല്ലാഹു അൻഹു വിശദീകരിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൊടുക്കുന്ന ആളുകൾക്ക് ഏറെയേറെ നന്മ ചെയ്യാൻ, കൊടുക്കുന്നവർക്ക് വീണ്ടും കൊടുക്കാൻ തൗഫീഖ് കൊടുക്കും. അതാണ് കൊടുക്കുന്ന ആൾക്കാർ, പഠിച്ചോനെ ഞാൻ നിന്റെ മാർഗത്തിൽ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടും നീ എന്നെ വിഷമത്തിലാക്കല്ലേ എന്ന് പറയുമ്പോ അള്ളാഹു അത് പരിഗണിക്കുന്നു. അള്ളാഹു നല്ലോണം പരിഗണിക്കുക വാക്ക്. അതുകൊണ്ടല്ലേ ഗുഹാവാസികൾ കുടുങ്ങിയപ്പോഴൊക്കെ സ്വതക്കല്ലേ അവര് ദ്വാരുന്നത്. നിങ്ങൾ നോക്ക്, 3 ആൾക്കാർ ഗുഹയിൽ കുടുങ്ങിയില്ലേ, എത്ര പ്രതിസന്ധിയാണ്. അപ്പൊ അവര് ദ്വാരുന്നത് ആത്മാർത്ഥമായി ചെയ്ത ആ ധർമ്മങ്ങൾ മുന്നിൽ വെച്ചല്ലേ. അത് ചെറിയ ധർമ്മ. അതുകൊണ്ടല്ലേ അള്ളാഹു തആല പ്രതിസന്ധിയിൽ നിന്ന് മോചനം കൊടുത്തത്. ഇതാണ് ഖുർആൻ ഇവിടെ പറയുന്നത്, ജീവിതത്തിൽ ഏത് പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള എളുപ്പ വഴി നമ്മൾ അവർക്ക് കൊടുക്കും. ഒരു നിലക്കും അവർ പ്രയാസപ്പെടേണ്ടി വരൂല. ഇവിടെ ചില തഫ്സീറുകളിലൊക്കെ ഒരു സംഭവം പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാമുതങ്ങളും ഹാഫിദ് ഇബ്നു കസീറും പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്ന് ഒരു സ്വഹാബി പറഞ്ഞു, നബിയെ, എന്റെ അയൽവാസിക്ക് ഒരു ഈത്തപ്പന മരമുണ്ട്. അതിന്റെ നല്ല ഈത്തപ്പഴങ്ങളുള്ള കൊമ്പ് എന്റെ മുറ്റത്തേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത്. ഈത്തപ്പഴങ്ങൾ കുറഞ്ഞ കൊമ്പൊക്കെ അയാളെ മുറ്റത്തേക്കുള്ളത്. ഞാനതുകൊണ്ട് വലിയ പ്രതിസന്ധിയിലാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ചെല്ലുന്ന സമയത്ത് എന്റെ മക്കൾ നിലത്ത് വീണത് എടുത്ത് അങ്ങനെ ഭക്ഷിക്കുന്നുണ്ടാകും. ഞാൻ അവരെ തൊള്ളയിൽ കൈയിട്ട് അത് പുറത്തേക്ക് ഒഴിവാക്കലാണ്. ചിലപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കാണുന്നതൊക്കെ ഞാൻ പെറുക്കിയിട്ട് അപ്പുറത്തേക്ക് ഇട്ടുകൊടുക്കലാണ്. കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പെട്ടെന്ന് വീട്ടിലെത്താറാണ് പതിവ്. അതുകൊണ്ട് തങ്ങളൊന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് ആ ഒരു മരം ഒന്ന് വാങ്ങിത്തരണം. അപ്പൊ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ കണ്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, ഇത് പരാതി കേട്ടപ്പോ നിങ്ങൾ പോയിക്കോളൂ, ഞാൻ കണ്ട് സംസാരിക്കാന്ന് പറഞ്ഞു. ആ ഈത്തപ്പനന്റെ ആളെ നബി തങ്ങൾ കണ്ടപ്പോ പറഞ്ഞു, നിങ്ങൾ ആ മരം ഒന്ന് എനിക്ക് തരണം. നിങ്ങൾ അടുത്ത അയൽവാസിന്റെ വീട്ടിലേക്ക് കൊമ്പുകൾ ചാഞ്ഞു നിൽക്കുന്ന മരം അഅ്തിനി നഖ്ലതകല്ലതി ഫർഉഹാ ഫി ദാരി ഫുലാനിൻ വലക ബിഹാ നഖ്ലതുൻ ഫിൽ ജന്ന, പകരം സ്വർഗ്ഗത്തിൽ എനിക്കൊരു ഈത്തപ്പന മരം തരാം. സ്വർഗ്ഗത്തിൽ തരാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ സ്വർഗ്ഗത്തിൽ കിടക്കും ഉറപ്പല്ലേ? അപ്പൊ തരാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെ തരാ നബിയെ, പക്ഷേ അതിലെ പഴങ്ങൾ കണ്ടിട്ട് എനിക്ക് തരാൻ തോന്നുന്നില്ലാന്ന്. ഇഷ്ടംപോലെ പഴങ്ങള് എന്റെ തോട്ടത്തിൽ വേറെ കുറെ മരങ്ങളുണ്ട്, അതിനൊന്നും ഇങ്ങനെ പഴമില്ല. ഇഷ്ടംപോലെ മരങ്ങൾ എനിക്കുണ്ട്, പക്ഷേ ഈ മരത്തിനുള്ള പഴം പോലെ അതിനൊന്നും പഴല്ല. ഞാൻ എന്താ ചെയ്യാ? വൈനലീല നഖ്ലൻ കസീറ, ഒരുപാട് ഈത്തപ്പഴ മരങ്ങൾ എനിക്കുണ്ട്. മാ ഫീഹാ നഖ്ലത്തുൻ അഅജബു ഇലയ്യ സമറത്തുൻ മിൻ സമരിഹാ, ഇതിലെ പഴങ്ങളെ പോലെ കൗതുകമായി തൊഴുന്ന പഴങ്ങൾ അതിനൊന്നുമില്ല. ഏറ്റവും തോനെ പഴങ്ങൾ ഈ ചാഞ്ഞു നിൽക്കുന്ന ഈ മരത്തിനാണുള്ളത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി ഒന്നും പറയാതെ തങ്ങൾ പോയി. ഈ സംസാരം പിറകിൽ നിന്ന് വേറൊരാൾ കേട്ടു. സ്വർഗത്തിലൊരു ഈത്തപ്പന മരം തരാന്ന് പറഞ്ഞിട്ടും കുറെ ഈത്തപ്പന പഴങ്ങൾ അതിലുണ്ട്, തരാനൊക്കെ എനിക്ക് പൂതിണ്ട്, പക്ഷെ എന്താ തരൂലെന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു വിസമ്മതം പറഞ്ഞപ്പോ ഇത് ബേക്കുന്ന ഒരാൾ കേട്ടപ്പോ അദ്ദേഹം നേരെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബിയെ, ഞാന് ആ ഈത്തപ്പന മരം ഞാൻ വാങ്ങിത്തരാം, പക്ഷേ ആ സ്വർഗത്തിലെ മരം എനിക്ക് തരണം. സ്വർഗത്തിൽ ആ മരം തങ്ങൾ അയാളോട് ഓഫർ പറഞ്ഞ മരം അത് എനിക്ക് വാങ്ങിത്തരാണെങ്കിൽ ഞാൻ ആ മരം വാങ്ങിത്തരാന്ന് പറഞ്ഞു.
ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചോദിക്കണം, തുൽതീനി ബിഹാ മാ അഅതീതഹു ബിഹാ നഖലതൻ ഫിൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിൽ കൊടുക്കുമെന്ന് പറഞ്ഞ പരം എനിക്ക് തരൂ നബിയെ? ഖാല നഅം, തങ്ങൾ പറഞ്ഞു അതേ തരാം. അങ്ങനെ ഇദ്ദേഹം പിന്നെ നേരെ പോയി ആ ഈത്തപ്പന തോട്ട ആ മരക്കാരനെ കണ്ടിട്ട് പറഞ്ഞു, ആ വീട്ടുകാരന്, നിങ്ങൾ ആ മരം എനിക്ക് തരണം. നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങളെ ഈ ചാഞ്ഞു നിൽക്കുന്ന മരത്തിന് പകരം സ്വർഗത്തിൽ ഒരു മരം തരാന്നൊക്കെ നിങ്ങളോട് പറഞ്ഞില്ലേ? അതേ പറഞ്ഞു. പക്ഷെ ഞാൻ കൊടുക്കാന്നും പറഞ്ഞു. ഇതിലെ പഴങ്ങൾ കണ്ടപ്പോ എനിക്കിങ്ങനെ കൊടുക്കാനുള്ള ഒരു വിഷമുണ്ട്. എന്നാ നീ അത് വിൽക്കോന്ന് ചോദിച്ചു. വിൽക്കാം, പക്ഷെ അതിന് പകരം വല്ലതും തരണം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എത്രയാ പകരം തരേണ്ടത്? ഈ ഒരു മരത്തിന് പകരം എത്ര തരേണ്ടത്? 40 മരം തരണം. ശരി, 40 മരം ഞാൻ തരാൻ. 40 മരം എന്റെ തോട്ടത്തിൽ നിന്ന് ഞാൻ തരാം. നിങ്ങൾ ഈ ഒരൊറ്റ ഒന്ന് എനിക്ക് തരണം. എനിക്ക് വിൽപ്പന നടത്തണം. ഞാൻ നിനക്ക് വിൽപ്പന നടത്താം. പക്ഷെ ഇത് വാക്കുകൊണ്ട് പോരാ, എനിക്ക് മരങ്ങൾ എണ്ണി കാണിച്ചൊന്ന് സാക്ഷി മുഖേന ഒപ്പിട്ട് തരണം. ഇതൊക്കെ പോകുമെന്നുള്ള പേടികൊണ്ടാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നാ വരി. തോട്ടത്തിലേക്ക് കൊണ്ടുപോയി കുറെ മനുഷ്യന്മാരെയും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇഷ്ഹദൂ, നിങ്ങളൊക്കെ സാക്ഷ്യം വഹിക്കണം. ഈ തോട്ടത്തിൽ നിന്ന് 40 മരം ഞാൻ ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. മറ്റേയാളെ വീട്ടിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ആ ഒറ്റ മരത്തിന് പകരം ഈ 40 മരവും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആൾക്കാരെ കൂടി സാക്ഷിയാക്കിയല്ലോ. എന്നിട്ട് ചോദിച്ചു, ഇനി നിങ്ങളെ അഭിപ്രായം എന്താ? അപ്പാ ഈത്തപ്പന മരക്കാരൻ പറഞ്ഞു, ഖദ് റളീതു, ഞാൻ തൃപ്തിപ്പെട്ടു. പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലൈസ ബൈനി വബൈനക ബൈഉൻ ലൻ നഫ്തരിഖ്, നമ്മളിടയിൽ ഒരു വിൽപ്പന നടന്നിട്ടില്ല. നമ്മള് വേർതിരിച്ച് ഒരു വിൽപ്പന നടന്നിട്ടില്ല. നമ്മളിപ്പോ പറഞ്ഞു വെച്ചിട്ടല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് കിട്ടൂല എന്നുള്ള ചെറിയ ആശങ്ക കൽബിലുള്ളതുകൊണ്ടാണ് ഈ പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നീ എന്ത് വർത്തമാനാ പറഞ്ഞു? 40 മരം എണ്ണി തിട്ടപ്പെടുത്തി അടയാളപ്പെടുത്തി തന്നിട്ട് ഇനിയും നീ എന്നെ വിഡ്ഢിയാക്കുക? ഞാൻ നിനക്ക് ജനങ്ങളെ കൂട്ടി സാക്ഷിയൊക്കെ എണ്ണി തന്നില്ലേ? നീ തൃപ്തിപ്പെട്ടു എന്ന് എന്നോട് പറയുകയും ചെയ്തില്ലേ? അപ്പൊ അദ്ദേഹം ചോദിക്കാണ്, ആ 40 മരം തണ്ടടക്കം എനിക്ക് തന്നതാണോ? അതല്ല, അതിലെ പഴങ്ങൾ മാത്രമാണോ തന്നത്? എന്താണ് നീ പറയുന്നത്? ആ മരവും മരം നിൽക്കുന്ന സ്ഥലം അടക്കം ഞാൻ തന്നു. എന്നാലും വേണ്ടില്ല, നീ ഈ ഒരു മരം തരും. ശരി, എന്നാ ഞാൻ റെഡി. ആ മരവും മരം നിൽക്കുന്ന സ്ഥലം അടക്കം എനിക്ക് നീ തന്നില്ലേ? സാക്ഷികളെ നിർത്തി. ഇനി ഇതിൽ ആശങ്ക പറയരുത്. ആ ഒരു മരം വാങ്ങി. ആ ഒരു മരം വാങ്ങിയിട്ട് നേരെ ചെന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക്, നബിയെ, ആ ഒരു മരം ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാനത് തങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞു. ഞാൻ തങ്ങൾക്ക് തന്നു. സൗജന്യമായിട്ട് തന്നെ തങ്ങൾക്ക് തന്നു. സ്വർഗത്തിലെ മരം എനിക്ക് തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിലെ മരം നിങ്ങൾക്ക് തരാം. ആ വാർത്ത കേട്ട് അല്ലാഹുവിന്റെ ഹബീബി സ്വഹാബിന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, അന്നഖലതു ലക വലിയാലിക്, ഈ ചാഞ്ഞു നിൽക്കുന്ന ഒരു മരം നിങ്ങൾക്കും നിങ്ങളെ കുടുംബത്തിനും വേണ്ടി ഞാൻ തന്നു കഴിഞ്ഞു. അപ്പോഴാണ് അല്ലാഹു ആയത്തിറക്കിയത്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, അപ്പോഴാണ് അല്ലാഹു ആയത്തിറക്കിയത്, ഫഅമ്മാമൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ വഅമ്മാമൻ ബഖില, ചോദിച്ചിട്ട് കൊടുക്കാത്ത മനുഷ്യൻ, ലുബ്ദ് കാണിച്ചവൻ, വസ്തഗ്ന, അവൻ പിന്നെയും സമൃദ്ധി ഉണ്ടാക്കി, ഐശ്വര്യം തേടി ഇനിയും വേണമെന്ന് ആഗ്രഹിച്ചു, വകദ്ദബ ബിൽ ഹുസ്നാ, ഈ നല്ല ഫലം അവൻ കളവാക്കി, സ്വർഗത്തിലൊരു മരം കൊടുക്കാന്ന് പറഞ്ഞ് സ്വീകരിച്ചില്ല, ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ. സ്വഹാബത്തിൽ പലരും ഈ കൊടുക്കാത്ത മനുഷ്യന് മുനാഫിക്കാന്ന് പറഞ്ഞിരുന്നു. കാരണം സ്വർഗത്തിലൊരു മരം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആളെ കൊടുത്തില്ലല്ലോ. പലരും പിന്നെ പറയുന്നുണ്ട്, എന്നോടാണ് ചോദിച്ചെങ്കിൽ ഞാൻ 80 കൊടുക്കായിരുന്നു, 100 കൊടുക്കായിരുന്നു. സ്വർഗത്തിലൊരു മരം കൊടുക്കാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാല് പറഞ്ഞിട്ട് അയാൾ കൊടുത്തില്ലല്ലോ. പലരും പിന്നെ പറഞ്ഞിരുന്നു, അയാൾ മുനാഫിക്കാണ് തോന്നുന്നുണ്ട്. ഇത്ര വിശ്വാസ കമ്മി എന്താ അയാൾക്ക്? ചോദിക്കുമ്പോ കൊടുത്തുകൂടായിരുന്നില്ല അയാൾക്ക്. ഇനിയിപ്പോ പറഞ്ഞിട്ട് എന്താ? സ്വർഗത്തിലെ മരം വേറെ റിസർവ് ചെയ്തു പോയി. 40 മരം കൊടുത്താൽ എന്താ സ്വർഗത്തിലൊരു മരം കിട്ടാന്ന് പറഞ്ഞാൽ? കാരണം കായ്ക്കനികൾ തീരൂല, തണല് തീരൂല, രുചി ഒരു നിലക്കും കുറയൂല, ഏതെങ്കിലും ഒരു കാലത്ത് പഴങ്ങളില്ലാതിരിക്കുകയോ ഒന്നുമില്ല.
ഇവിടുത്തെ ഒരു തോട്ടമല്ല, ദുനിയാവിലെ ഏക്കർ കണക്കിന് ഭൂമിക്ക് പകരല്ലേ അവിടുത്തെ ഒരു മരം കിട്ടിയാലും വലുതല്ലേ. അത് കണക്കൂട്ടിയിട്ടല്ലേ ആ സ്വഹാബി കൊടുത്തത്. ഇതേ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലും ഈ ആയത്ത് കുറെ ആളുകൾ സിദ്ദീഖ് തങ്ങളെ പറ്റിയാണ് ആ ആയത്ത് എന്ന് അഭിപ്രായപ്പെട്ട് പറയാനുള്ള ഒരു കാരണം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് പാവങ്ങളെ മോചിപ്പിച്ച മഹാനാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനൊക്കെ മോചിപ്പിച്ചത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഉമയ്യത്തിന്റെ കിരാത മർദ്ദനത്തിൽ നിന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു അന്ന് മാർക്കറ്റിലൊന്നും ആ വിലല്ല, അടിമക്കൊന്നും ചെറിയ വിലയുള്ളൂ. കറുത്ത ബിലാൽ റളിയല്ലാഹു അൻഹുവിന്, ഹബശിയായ ബിലാൽ റളിയല്ലാഹു അൻഹു ചെറിയ വിലയുള്ളൂ. പക്ഷേ തൊള്ളയിൽ കൊള്ളാത്ത വിലയാണ് ഉമയ്യത്ത് ചോദിച്ചത്. ഉമയ്യത്തിന്റെ പീഡനം കണ്ടിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു നിലക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ചോദിച്ച കാശ് അങ്ങനെ കൊടുത്തു. ബിലാൽ തങ്ങൾ അങ്ങോട്ട് മോചിപ്പിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ ഹളറത്തിൽ എത്തുമ്പോഴേക്ക് അല്ലാഹു വഹി ഇറക്കിയിട്ടുണ്ട്. അപ്പോഴേക്ക് നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ അൻത അതീഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ അതീഖാൻ. അല്ലാഹ് നിങ്ങളെ മോചിപ്പിച്ചിട്ടുണ്ട്, എല്ലാ അർത്ഥത്തിലും മോചിപ്പിച്ചിട്ടുണ്ട്. ബിലാൽ തങ്ങളെ വിലക്ക് വാങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹു മാത്രല്ല, ഇഷ്ടം പോലെ അടിമകളെ. ഇതിൽ കേസ് പറഞ്ഞു വാപ്പ വന്നിട്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പ വന്നിട്ട് പറഞ്ഞു, ഈ ബുനയ്യ അറാക താതിഖു ഉനാസൻ ദുഅഫാ, കുറെ ദുർബലരായ മനുഷ്യന്മാരെ മോചിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്? കുറച്ചൊക്കെ നല്ല ആരോഗ്യമുള്ള ആൾക്കാരെ മോചിപ്പിക്കുകയാണെങ്കിൽ കാര്യം ഉണ്ടായിരുന്നു. ഇത് ഒന്നിനും കഴിയാത്ത വളരെ പച്ച സാധുക്കൾ എന്തിനാ മോചിപ്പിച്ചിട്ട് എന്താ കാര്യം? നിന്റെ കൂടെ നിന്നു തരാനോ സഹായിക്കാനോ പോലും അവർക്ക് കഴിയൂലല്ലോ. അപ്പൊ സിദ്ദീഖ് തങ്ങളെ മറുപടി, അബത്തി, ഓ വാപ്പാ, ഇന്നമാ ഉരീദു മാ ഇൻദല്ലാഹ്, ഞാൻ ഇവിടെ പോലും എന്റെ പിന്നാലെ നിന്ന് സിന്ദാബാദ് വിളിക്കണമെന്നോ എനിക്ക് അംഗബലം തരണമെന്നോ എനിക്ക് പ്രതിരോധം തീർക്കണമെന്നോ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഉരീദുമാ ഇൻദല്ലാഹ്, ഞാൻ അള്ളാഹുവിന്റെ വക്കലുള്ള സവാബ് അത് മാത്രമാണ് ഉദ്ദേശിച്ചത്, വേറൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോഴാണ് ഫഹദ്ദസനി ബഅദു അഹ്ലി ബൈത്തി, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു വരാണ്, ഇത് ഈ സംഭവം ഞാൻ പറഞ്ഞപ്പോ എന്റെ പുരക്കാർ എനിക്ക് ഓതി തന്നു. അതല്ലേ അല്ലാഹു തആലയും പറഞ്ഞത്, ഫഅമ്മാ മൻ അഅതാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്നാ ഫസനയസ്റുഹു ലിൽ യുസ്റാ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്രയോ അടിമകളെ മോചിപ്പിച്ചു. ഒരൊറ്റ അടിമയെ മോചിപ്പിച്ചാൽ തന്നെ ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതും ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ മോചിപ്പിച്ചതിന്റെ സവാബ് നമ്മൾ കണക്കൂട്ടി എത്തൂല. കാരണം ആ ബിലാൽ റളിയല്ലാഹു അൻഹു അങ്ങനത്തെ പീഡന കിട്ടിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മരുഭൂമിയിൽ, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ വിവസ്ത്രനാക്കി കിടത്തിയിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ഇരുമ്പ് പഴുപ്പിച്ചു വെച്ചാൽ എങ്ങനെ ഉണ്ടാകും ഒരു ശരീരത്തിന്റെ അവസ്ഥ? കാലുകൊണ്ടൊന്ന് ചവിട്ടാൻ കഴിയുമോ നമുക്ക്? റമളാനിൽ അവിടെ ദാഹിച്ച് വലങ്ങി കുറെ ആൾക്കാർ നോമ്പ് മുറിച്ചാണ്. തൊവാഫോ കഴിഞ്ഞു നോക്കുമ്പോൾ കൊല്ലിയിൽ വെള്ളമല്ല, അപ്പൊ പിന്നെ മരിച്ചു എന്ന് കരുതിയിട്ട് ആ ദാഹാണത്. ഇത് മരുഭൂമിയിൽ, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ ശരീരം അങ്ങനെ കിടത്തിയാൽ എത്ര വിഷമുണ്ടാകും അതിൽ. അതും ഒരു പാവപ്പെട്ട അടിമ, ആ നാട്ടിലുള്ള ആളും കൂടിയല്ല, ഹബശയിൽ നിന്നും താമസാക്കിയത്, പാവല്ലേ. ഈ മർദ്ദനങ്ങളൊക്കെ നടത്തിയിട്ട് പണക്കാരനല്ലേ ഉമയ്യത്ത് ബിൻ ഖലഫും സഹോദരൻ ഉബയ്യ് ബിൻ ഖലഫും. അവരെ പറ്റിയാണ് താഴെ വന്ന ഭാഗം. വഅമ്മാമൻ ബഖില വസ്തഗ്ന, ലുബ്ദ് കാണിച്ചു, വലിയ ഐശ്വര്യം നടിച്ചു, കൊടുക്കേണ്ട മാർഗങ്ങളൊന്നും കൊടുത്തില്ല. വകദ്ദബ ബിൽ ഹുസ്ന, നല്ല ഈമാന്റെ കളവാക്കി, നല്ല പ്രതിഫലം കളവാക്കി, വിശ്വാസം കളവാക്കി. ഫസനുയസ്സിറുഹു ലിൽ ഉസ്റ, ഏറ്റവും പ്രയാസമായ ഒരു റൂട്ടുണ്ട്, അത് നരകത്തിലേക്കുള്ള റൂട്ടാണ്. അവിടേക്ക് നമ്മൾ എളുപ്പം വഴി തുറന്നു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരു ഹിസാബ് ആവശ്യം അവരെ വേഗം കൊണ്ടുപോകാൻ നരകത്തിലേക്ക് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതാണ് പ്രതിസന്ധിയിലേക്ക് എളുപ്പം കൊടുക്കുന്നു പറഞ്ഞാൽ. കൊടുക്കേണ്ട വിഷയങ്ങൾ കൊടുക്കാത്ത ആളാണുമ്പോ കിട്ടിയ ആളൊരു പക്ഷേ കിട്ടാത്ത ആളിങ്ങനെ പോകുമ്പോ അയാൾ ചിന്തിക്കും, ഇത്ര ഉണ്ടായിട്ട് ഇയാളൊന്നും തന്നില്ലല്ലോ. അങ്ങനെ തരാതിരിക്കുമ്പോ പിന്നെ ആളെ ജീവിതത്തിൽ അള്ളാഹു തആല കൊടുക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. അപ്പൊ അയാൾ ചിന്തിക്കും, നേരത്തെ ആ ചോദിച്ച ആൾക്ക് കൊടുത്താൽ മതിയായിരുന്നു, എന്നാ പിന്നെ കുറെയൊക്കെ രക്ഷ കിട്ടുമായിരുന്നു. അപ്പൊ ബുഖില് കാണിക്കാൻ പാടില്ല. ഇപ്പുറത്ത് പിശുക്കന്മാരെയാ പറഞ്ഞത്, അമ്മാമൻ ബഖീല വസ്തഗ്ന, കൊടുക്കേണ്ട മാർഗങ്ങളിൽ ഒന്നും കൊടുക്കാതെ പിശുക്കി നടിച്ചവർ. അങ്ങനെ അവര് അല്ലാഹു തആല പിന്നെ അവർക്ക് മാർഗം കൊടുക്കുന്നത് പരാജയമാണ്.
മറ്റേത് തൗഫീഖാണ്. ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, നല്ലതിനുള്ള തൗഫീഖ്. മറ്റേത് പരാജയത്തിന്റെ വഴിയിലേക്കാണ് അവർ പ്രവേശിക്കുക. ലുബ്ദ് കാണിച്ച് അങ്ങനെ നീങ്ങുന്ന ആളുകൾ. വഅമ്മാമൻ ബഖില വസ്തഗ്ന, റബ്ബ് തആല കൊടുത്തതാണ് സമ്പത്ത്, എല്ലാവർക്കും അല്ലാഹു കൊടുത്തതാണ്. പക്ഷേ കൊടുക്കാതെ പിശുക്കിയിട്ട് വസ്തഗ്ന, ഇനിയിപ്പോ അല്ലാഹു തആല തന്നില്ലെങ്കിലും ജീവിക്കാൻ മാത്രം ഉണ്ട് എന്ന് തോന്നി. അതാ വസ്തഗ്നാൻ റബ്ബിഹി അസ്സ വജല്ല. ഒരു തഫ്സീർ അങ്ങനെ ഉണ്ട്, അല്ലാഹു തആലാനൊന്നും വേണ്ട, ജീവിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് നമുക്ക് തോന്നി. ഇഷ്ടം പോലെ സമൃദ്ധി ഉള്ളത് കൊണ്ട്. വകദ്ദബ ബിൽ ഹുസ്ന, ആഖിറത്തിലെ പ്രതിഫലം പറഞ്ഞിട്ട് അതും നോൻ സ്വീകരിച്ചില്ല. അങ്ങനെ ആഖിറം ദുനിയാവ് കഴിഞ്ഞിട്ടല്ലേ ആഖിറം എന്ന് പറഞ്ഞു. അങ്ങനെ കളവാക്കി. ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, പ്രതിസന്ധിയുടെ മാർഗത്തിലേക്ക് നമ്മൾ അവനെ കൂട്ടിക്കൊണ്ടുപോകും. അവന് വഴി എളുപ്പമാക്കി കൊടുക്കും. പ്രതിസന്ധിയിലാണ് അവന്റെ ജീവിതവും, പ്രതിസന്ധിയിലാണ് അവന്റെ മരണവും. ആഖിറൊക്കെ പ്രതിസന്ധിയിലായിരിക്കും. അതുകൊണ്ട് പിശിക്കാൻ പാടില്ല. സക്കാത്ത് കൊടുക്കുന്നതിന് പിശിക്ക ആളെ പറ്റിയും ഖുർആൻ പറഞ്ഞില്ലേ? ആ പിശിക്കുന്ന ആൾക്കാരെ പറ്റി ചോദ്യം വായിക്കാം. ചോദ്യം കേട്ടോളി, എന്നിട്ട് പോയാൽ മതി. എല്ലാവരും കേൾക്കേണ്ട ചോദ്യമാണ്, അതുകൊണ്ടാണ് കേട്ടോളി. ഇതൊന്നും തീർക്കട്ടെ. എടങ്ങേറിന്റെ വഴിയാണ് അല്ലാഹു തആല കൊടുക്കാന്ന്. ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, കൊടുക്കേണ്ട മാർഗങ്ങളിൽ കൊടുക്കാതെ പിശുക്കിയാൽ പിന്നെ കിട്ടുന്നതൊക്കെ എടങ്ങേറിന്റെ വഴി. ലിത്വരീഖി ശർരി, ദുഷിച്ച മാർഗത്തിലേക്ക് അല്ലാഹു അവന് എളുപ്പം കൊടുക്കും. പിന്നെ പ്രതിസന്ധിയായിരിക്കും ജീവിതത്തിലൊക്കെ. അപ്പോൾ അവൻ ചിന്തിക്കും, കൊടുത്താ മതിയായിരുന്നു. കൊടുക്കാത്തോണ്ടായിരിക്കും ഞാനിങ്ങനെ അനുഭവിക്കുന്നത്. സക്കാത്ത് കൊടുക്കാത്ത ആൾക്കും ആഖിറത്തിൽ പ്രതിസന്ധിയല്ലേ. സയതവഖൂന മാ ബഖിലു ബിഹി യൗമൽ ഖിയാമ. അല്ലാഹു തആല പറഞ്ഞു, സക്കാത്ത് കൊടുക്കാതെ പിശുക്കി വെച്ച ആളുകൾക്ക് അവരെ സമ്പത്ത് മാലയായിട്ട് കഴുത്തിൽ അണിയിക്കപ്പെടും. എന്ത് മാല? തീയിനാൽ നിർമ്മിതമായ പാമ്പ്. ആ പാമ്പിന് ലഹു സബീബത്താനി, കുത്താൻ അതിന് 2 കൊമ്പുണ്ട്. ആ 2 കൊമ്പ് കൊണ്ട് നെറ്റിയിലേക്കും കവിളിലേക്കും മൂക്കിലേക്കൊക്കെ കുത്തിയിട്ട് പാമ്പ് പറയും, അന കൻസുക അന മാലുക, നീ നിധിയാക്കി വെച്ച് ഹക്ക് കൊടുക്കാതെ സക്കാത്ത് കൊടുക്കാതെ പിശുക്കി വെച്ച സമ്പത്താണ് ഞാൻ, നല്ലോണം അനുഭവിച്ചോന്ന് പറയും. അതാണ് ഓന് പിന്നെ ഫുള്ള് പ്രതിസന്ധിയാണ്. ഫസനുയസ്സിറുഹു ലിൽ ഉസ്റാ, ഇവിടെയും ആഖിറത്തിലും എല്ലാ രംഗങ്ങളിലും ഓന് പ്രതിസന്ധിയാണ്. പ്രതിസന്ധിയിലേക്കല്ല നമ്മൾ നീങ്ങേണ്ടത്, എളുപ്പമാർഗത്തിലേക്കാണ്. അതുകൊണ്ട് കൊടുക്കണം, തഖ്വയിലാർന്ന് ജീവിക്കണം, നല്ല വിശ്വാസവും പകരം കിട്ടുന്നുള്ള ആത്മാർത്ഥമായ ചിന്തയും വേണം. അങ്ങനെ ജീവിക്കാനും സ്വർഗത്തിലെത്താനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നലെ ഭർത്താവിന്റെ ബാധ്യതകൾ പരാമർശിച്ചതിൽ വസ്ത്രം, ഭക്ഷണം അതേ പറഞ്ഞുള്ളൂ. രോഗം വന്നാൽ ചികിത്സിക്കേണ്ട ബാധ്യത ഭർത്താവിനില്ലേ? ഉണ്ട്. രോഗം വന്നാൽ ഭർത്താവ് ചികിത്സിക്കണം. എന്റെ ഭർത്താവ് മുമ്പ് എന്നോട് പറയാൻ, ചികിത്സിക്കേണ്ട കടമ ഭർത്താക്കന്മാർക്കില്ല, അത് ഉപ്പമാരുടെ ജോലിയാണ്. നല്ല പരിപാടിയാണ്. അവ രോഗം മാറുന്ന സമയത്ത് മാത്രം വിടുന്നാ മതി. മൂപ്പർക്ക് രോഗം വരുമ്പോൾ കൊണ്ടിടാ. രോഗം വന്നാലും ചികിത്സിക്കണം. കിതാബില് അങ്ങനെ പറഞ്ഞതിന്റെ താല്പര്യം, കിതാബില് ചിലപ്പം ചില ഇബാറത്തൊക്കെ ചിലർ കാണും. ഇലാജിന്റെ ചികിത്സന്റെ അവകാശം ബാപ്പാർക്കും ഉമ്മാർക്കും എന്ന് പറഞ്ഞ് അത് തുഹുമത്ത്, തെറ്റിദ്ധാരണ വരാതിരിക്കാൻ അവരെ ബോധ്യപ്പെടുത്തണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ രോഗചികിത്സ ഭർത്താവിന്റെ പെരടിയിലില്ല. പനി വന്ന വേഗം റോട്ടർ സ്വിച്ച് എൻ്റെ അടുക്ക് വെക്കോ, അതല്ല അതിന്റെ പരിപാടി. പനി വന്നാ ചികിത്സിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് പനി വന്നിട്ട് 30 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സിച്ചത് ഹദീസിലില്ലേ? ചികിത്സിക്കണം, ഭർത്താവിന് ബാധ്യത ഉണ്ട്. ഇത് നല്ല അടവാ. കാരണം പനിക്ക് നല്ല പൈസ കൊടുക്കേണ്ടി വരും, ഗുളികൾക്ക് നല്ല പൈസ കൊടുക്കേണ്ടി വരുമല്ലോ, പിന്നെ പരിശോധനക്കൊക്കെ. അപ്പൊ ഒറ്റടിക്ക് എന്ത് പറഞ്ഞു? അത് ബാപ്പാർക്കും ഉമ്മാർക്കുമാണ് ബാധ്യത. ഭക്ഷണം മാത്രം ഇവിടെ തന്നാ മതി, വെള്ളവും വസ്ത്രവും. എന്നാ പിന്നെ കുറെ ആൾക്ക് വേറെ ഉണ്ട്, അതും കൂടി പരിഗണിക്കണം. ഇയാളുടെ ഡ്രസ്സൊന്നും അലക്കി കൊടുക്കേണ്ട ബാധ്യതല്ല, ഭക്ഷണം ഉണ്ടായി കൊടുക്കേണ്ട ബാധ്യത അല്ല. അതിന് കൂലിക്കാരനെ വേറെ വെക്കണം. അല്ലാഹ് അത് പറഞ്ഞില്ലേന്ന് ഉസ്താദ്, അത് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മുമ്പ് ഹക്ക് എണ്ണുമ്പോ ഒരാൾ പറഞ്ഞു, നിങ്ങൾ ആ മുലയൂട്ടുന്ന ഹക്കൊരു നിലക്ക് എണ്ണല്ലേ, അത് വലിയൊരു പ്രശ്നമാണ്. കാരണം അപ്പൊ ചോദിച്ചാലും കൊടുക്കണ്ടല്ലോ, അല്ലെ കുട്ടിയും പട്ടിണിയാവൂലേ? ഒരു 2 ആഴ്ച ഭാര്യ മുല കൊടുത്തിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഓരോ ദിവസം ഒരു 150 ഉറുപ്പ്യ തരണം പറഞ്ഞാല്
കൂലിയാണ്. 150 തരണം എന്ന് പറഞ്ഞാൽ ഭർത്താവ് കുടുങ്ങിയില്ലേ? എത്ര കൂട്ടി നോക്കുമ്പോൾ 150 ചെറുതാ. അങ്ങനെ 2 വർഷം മൊത്തം അങ്ങനെ കൂട്ടി നോക്കുമ്പോൾ കുറെ കൊടുക്കാല്ലേ? അപ്പൊ ആ ഒരു കണക്ക് പറയില്ലേ, ബാക്കിയൊക്കെ പറഞ്ഞോളി എന്ന് പറഞ്ഞൊരാൾ പറയുമ്പോ ഒക്കെ പറയണല്ലോ വിഷയങ്ങൾ. അപ്പൊ ചികിത്സന്റെ ഉത്തരവാദിത്വം ഭർത്താവിനുണ്ട്. ഭർത്താവ് നിർവഹിക്കേണ്ടതുണ്ട്. ആ നിലക്ക് അവരെ സ്നേഹിച്ച് വളർത്തേണ്ടതുണ്ട്. ബാപ്പാർക്കും ഉമ്മാർക്കും ബാപ്പിയും ഇല്ലാത്തൊരു പെണ്ണാണെങ്കിലോ ആ പെണ്ണിനെ എവിടെ കൊണ്ടിടാം? ഇതിലങ്ങനെ ബാപ്പാർക്കും ഉമ്മാർക്കും അല്ലേ? ബാപ്പിയും ഉമ്മയൊന്നും ഇല്ലാന്ന് കുട്ടികൾ ഒരു പെണ്ണിൽ. അപ്പൊ എന്താക്കും? എവിടെയും പിന്നെ ഹെൽത്ത് കെയറിന്റെ ആൾക്കാരെ ഏൽപ്പിക്കുക. അതിന് സുഖമല്ല ഒന്ന് ചികിത്സിച്ചോണ്ട് അത് പറ്റൂല. ചികിത്സിക്കണം. അവരുടെ വീട്ടിൽ ജോലി ചെയ്തും ക്ഷീണിച്ചും രോഗം വന്നാൽ സ്വന്തം വീട്ടിൽ പറഞ്ഞു വിടുകയാണ് വേണ്ടതല്ല. അതിലെഴുതിക്കണതാ. അസുഖം കുറഞ്ഞാൽ തിരിച്ച് ഇങ്ങോട്ടും ഇങ്ങനെയാണോ? അങ്ങനല്ല. അങ്ങനെ ആകുമ്പോ ആരോഗ്യമുള്ള സമയത്ത് മാത്രം ഇത് ഇവിടെ മുപ്പര മുറാതൊക്കെ ആസിലായി കഴിഞ്ഞ് അസുഖം വന്നാൽ ആട് പോയിക്കോ. അങ്ങനല്ല. അവ ചികിത്സിക്കുകയും വേണം, കൊടുക്കുകയും വേണം, നല്ല സന്തോഷത്തോടെ വളർത്തുകയും വേണം. അങ്ങനെ തന്നെയാണ് നിർദ്ദേശിച്ചതും. ചികിത്സന്റെ ബാധ്യത ഇല്ല എന്ന് കിതാബിൽ പറഞ്ഞതിന്റെ ഉദ്ദേശം വിഷയങ്ങൾ അറിയിക്കണം, ഓരോട് പറയണം. അപ്പോ വലിയ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും വരികയാണെങ്കിൽ ഓലെ വാപ്പാരുമാരും സഹായിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ പനി വന്നാ, തലവേദന വന്നാ, എന്തെങ്കിലും വിഷയം വന്നാ എനിക്കൊരു ഗുളിക വാങ്ങി തരേണ്ട ഹക്കും എനിക്കില്ല, അങ്ങനെയാണ് കിതാബിലൊക്കെ ഉള്ളത്. ഈ വേഗം അങ്ങോട്ട് ഓട്ടർഷൊളിച്ച് പോയിക്കോ, അത് ശരിയല്ല. ചികിത്സിക്കണം. ഭാരിച്ച ഉത്തരവാദിത്തമൊക്കെ വരുമ്പോ അവരെ അറിയിക്കണം. കാരണം തെറ്റിദ്ധാരണ വരും. മുമ്പ് അങ്ങനെ ഉണ്ടായി. ഒരു പെണ്ണ് മരണപ്പെട്ടപ്പോ എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടെങ്കിലോ എന്നെ അറിയിക്കാതിരുന്ന എന്തേന്ന് വെച്ചു. ഭർത്താവിനൊരു കുഴപ്പമില്ല, ഒരു നല്ല സന്തോഷ ജീവിത. അങ്ങനെ ഈ പെട്ടെന്ന് മരണപ്പെട്ട പെണ്ണിനെ ഈ പിന്നെ പെണ്ണിന്റെ വാപ്പാനെ നിർബന്ധം പിടിച്ച് വാശി പിടിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തു. അപ്പൊ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, പോസ്റ്റ്മോർട്ടം എനിക്ക് പൊരുത്തല്ല, ഞാൻ നാളെ ആഖിറത്തിന് ഉത്തരവാദിയാ, നിങ്ങൾ ചെയ്തോണ്ടിരുന്നു. അങ്ങനെ ഓനെന്തോ ചെയ്തതാണെന്ന് അയാൾ പറയുന്നത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് റിപ്പോർട്ട് വന്ന് നോക്കുമ്പോ എന്താ, അത് പാമ്പ് അടിച്ച് മരിച്ചതാ. ആലോചിച്ച് നോക്കി. അപ്പൊ ഈ ഒരു തെറ്റിദ്ധാരണ വരേണ്ട വലിയ അസുഖമൊക്കെ വന്നാൽ അവരെ അറിയിക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഓരോട് വിഷയം പറയണതാ, ഇങ്ങനെ ഞങ്ങൾ പരിശോധിച്ചിട്ട് ഇങ്ങനെ വിഷയമുണ്ട്, പിന്നെ അത് മൂടി വെച്ചു, നിങ്ങൾ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയും. അത് വേണ്ടാന്ന് എഴുതിയിട്ടാണ് വാപ്പാനും മാനി അറിയിക്കണം എന്ന് പറഞ്ഞത്. അല്ലാതെ ഉറുപ്പ്യം കൊടുക്കാതെ പനി ഇങ്ങനെ തുടങ്ങിയ വേഗം ഓർഡർ എടുത്ത് പോയിക്കോ, ചികിത്സ മാറിയാ എന്നെ വിളിക്കൊണ്ട് ഞാൻ ബൈക്കായിട്ടാണ് വരേണ്ടത്, അതല്ല പരിപാടി. അത് ചികിത്സന്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഭർത്താവിനാൽ വളരെ വിഷമിക്കുന്ന ഒരാളാണ്. ആരോഗ്യം കുറഞ്ഞത് കാരണം ഭർത്താവിന് വീട്ടുകാര്യങ്ങളും മറ്റൊക്കെ എന്നോട് ചടപ്പ് തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അല്ലാഹുത്തആല നല്ല ആഫിയത്ത് കൊടുക്കട്ടെ, ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞാണ്. ആ സഹോദരിക്ക് അല്ലാഹുത്തആല ക്ഷീണമൊക്കെ മാറ്റി കൊടുക്കട്ടെ, നല്ല ആരോഗ്യം അല്ലാഹുത്തആല ഏറ്റി കൊടുക്കട്ടെ. ക്ഷീണം കുറഞ്ഞ പെണ്ണാണെങ്കിലും ക്ഷീണമുള്ള കാലത്തൊക്കെ, ആരോഗ്യമുള്ള കാലത്തൊക്കെ നമ്മൾ ആ പെണ്ണിന്റെ കൂടെ കഴിഞ്ഞവരാണെന്നുള്ളവർക്ക് ആ ഭർത്താവ് ചിന്തിച്ച് നല്ലോണം പരിലാളിച്ച് ആരോഗ്യത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ആ പെണ്ണിന് കൂട്ടിക്കൊടുത്ത് നല്ല സംരക്ഷണവും ശിക്ഷണവും കൊടുക്കണം. എത്ര ആരോഗ്യം കുറഞ്ഞാണെങ്കിലും ആരോഗ്യം കുറഞ്ഞു ഇനി എനിക്ക് തന്നെ വേണ്ട, ഞാൻ വേറൊന്ന് അന്വേഷിക്കട്ടെ, ആ പരിപാടി ശരിയാവില്ല. ആരോഗ്യം കുറഞ്ഞ പെണ്ണിനെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തത്തിന്റെ ചുമതലയുണ്ട്. അങ്ങനെ സ്നേഹത്തോടെ ജീവിക്കുകയാണ് വേണ്ടത്. അല്ലാഹു തആല നമ്മുടെ എല്ലാവരുടെയും ജീവിതം നന്നാക്കി തരുമാറാകട്ടെ.